ത്യാഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കൃപാലുവായ ദൈവം ജീവന്റെ സമൃദ്ധിയാൽ നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. First of all, I pray that all the dear ones who have hearkened to our invitation and paid visit here, may the gracious Lord from the abundance of His life bless you all. ഇബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാം. Let us focus our attention to the word of God by reading from Hebrews chapter 11 verse number 8. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിന്റെ വിശ്വാസ ജീവിത യാത്രയെക്കുറിച്ചുള്ളതായ ഒരു വചനമാണ് നമ്മളോട് വായിച്ചു കേട്ടത്. Here we read a verse regarding the journey of faith concerning the life of Abraham. പ്രാരംഭത്തിൽ അവന്റെ പേര് അബ്രാം എന്നായിരുന്നു. Initially he was called Abram. അബ്രാം എന്ന പേരിന്റെ അർത്ഥം ഉന്നത പിതാവ് എന്നാകുന്നു. Meaning of the name Abram is high father. ദൈവം അവനെ അബ്രഹാം എന്ന് വിളിച്ചു. And God called him Abraham. അബ്രഹാം എന്ന പേരിന്റെ അർത്ഥം ബഹുജാതികൾക്ക് പിതാവ്. Meaning of the name Abraham is father to many nations. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, when we move on to Galatians chapter 3 verses 6 and 7, അവിടെ വിശുദ്ധ പൗലോസ് നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുകയാണ്. Saint Paul is reminding so. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. Abraham believed in God and it was considered as justice to him. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിയുവീൻ എന്ന് പൗലോസ് പറയുന്നു. Therefore Paul is saying that the are of faith, the same are the children of Abraham. അതുകൊണ്ട് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. Therefore Abraham is also known as the father of believers. ഇന്ന് ലോകത്തിൽ സെമിറ്റിക് മതങ്ങളാകുന്ന യഹൂദ മതവും ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമിക വിശ്വാസവും പിന്തുടരുന്നത് ഏകദൈവ വിശ്വാസമാണ്. Today the Semitic religions in this world, which are the Jews, the Islam and the Christians, they follow the single God. അബ്രഹാമിന് മുൻപും ലോകത്തിൽ നീതിമാന്മാരായി ജീവിച്ച അനേക വിശുദ്ധന്മാരുണ്ടായിരുന്നു. Even before Abraham was born in this world, there were righteous men born in this sphere. ഹാനോക്കും നോഹയും ഒക്കെ ആ കാലഘട്ടത്തിലെ നീതിമാന്മാരും ഭക്തന്മാരുമായ വിശുദ്ധന്മാരായിരുന്നു. Enoch and Noah were righteous, godly saints in those dispensation. എന്നാൽ മുഴു ലോകത്തിലും നൂറ്റാണ്ടുകൾക്കപ്പുറത്തായി ഏകദൈവ വിശ്വാസം പൊട്ടിപ്പുറപ്പെട്ടത് അബ്രഹാമിൽ നിന്നാകുന്നു. But centuries back, the faith in a single God broke out in the sphere through Abraham. ഇന്ന് ലോകത്തിൽ കാണുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാം, അബ്രഹാമാകുന്നു. If the question is posed, who is the father of this single God religion under the sun, you can say a single word answer, he is Abraham. അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് സുദീർഘമായ ഒരു യാത്രയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. When we study about the life of Abraham, we can understand that that is a long journey. നമ്മൾ വായിച്ച കുർവാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, when we return to the key verse, തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകുവാൻ വിളിക്കപ്പെട്ടാറേ എവിടേക്ക് പോകുന്നുവെന്നറിയാതെ അബ്രഹാം യാത്ര പുറപ്പെട്ടു. By faith Abraham, when he was called to go out into a place which he should, after receiving an inheritance, obeyed and went out, knowing not whither he went. ദൈവശബ്ദം കേട്ട് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ട ആ യാത്രയാകുന്നു വിശ്വാസ ജീവിത യാത്ര എന്ന് പറയുന്നത്. That particular journey on hearkening to the voice of God and setting out without knowing the destination is called the faith journey. വാഗ്ദത്ത ദേശത്തേക്കുള്ള അബ്രഹാമിന്റെ വിശ്വാസ ജീവിത യാത്ര എന്ന് പറയുന്നത് Abraham's journey of life in faith to that promised land is. ഈ കാലഘട്ടത്തിലെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ സിയോൻ യാത്രയുടെ നിഴലായി നമുക്ക് പഠിക്കുവാൻ സാധിക്കും. It is a shadow that can be compared to the present life of a child of God aiming Zion. ഖൽദേ പട്ടണമായ ഊരിൽ നിന്നാകുന്നു അബ്രഹാമിന്റെ യാത്ര ആരംഭിക്കുന്നത്. The journey of Abraham embarked from the land of Chaldees in Ur. ഖനാനിലെ ഹെബ്രോണിലെ മമ്രയിൽ അവന്റെ ജീവിതം അവസാനിക്കുകയാണ്. And his life came to an end in Hebron in the land of Canaan. അബ്രഹാമിന്റെ വിശ്വാസ ജീവിത യാത്രയുടെ പ്രാരംഭത്തെക്കുറിച്ച്
നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ്. About the start of the faith life or the journey of Abraham, we come across in the book of Acts of the Apostles. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 2-3 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, When we turn to Acts of the Apostles, chapter 7, verses 2 and 3. പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിന്റെ ന്യായാധിപ സംഘത്തിന്റെ മുൻപിലുള്ള പ്രസംഗത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കും. We come across Stephen's council speech, which is the first martyr of the New Testament. സ്തെഫാനോസിന്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് സ്തെഫാനോസ് അവിടെ പ്രസംഗം ആരംഭിക്കുമ്പോൾ തന്റെ പ്രസംഗം അബ്രഹാമിൽ നിന്നാണ് ആരംഭിക്കുന്നത്. About the faith life of Stephen, when he presents his speech before this council, he begins from Abraham. അവിടെ സ്തെഫാനോസ് പറയുന്നത്, അബ്രഹാം മെസൊപ്പൊട്ടോമിയിൽ ഇരിക്കുമ്പോൾ തേജോമയനായി ദൈവം അവനെ പ്രത്യക്ഷനായി. There Stephen is beginning his speech with the statement, when Abraham was in Mesopotamia, God of glory appeared unto him. ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകാം. And God is saying unto Abraham, get out of the land, get out of the country, get out of the kindred and move on to the land that I will show you. അബ്രഹാമിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ദൈവിക ഇടപെടലാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. The first divine visitation that Abraham encounters in his life is palpable here. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, When we turn to book of Genesis chapter 11 verse number 31, അബ്രഹാമിന്റെ പിതാവായ തേരഹ് കൽദയ പട്ടണമായ ഊരിൽ നിന്നും അബ്രഹാമിനെയും തന്റെ ഭാര്യയായ സാറയെയും ലോത്തിനെയും കൂട്ടി യാത്ര പുറപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. Terah, the father of Abraham, is gathering Lot, Abraham's wife Sarah, and the children and setting out from the land of Ur. അവിടെയാണ് അബ്രഹാമിന്റെ ജീവിതയാത്രയുടെ ആരംഭം എന്ന് പറയുന്നത്. There commences the life journey of Abraham. കൽദയ പട്ടണമായ ഊരിൽ നിന്നും അവന്റെ യാത്ര ആരംഭിക്കുന്നു. From the land of Chaldees in Ur, Abraham sets forth its journey. കൽദയർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇറാഖിന്റെ ഒരു ഭാഗമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കും. Chaldees is a part of today's Iraq. കൽദയർ ആ കാലഘട്ടത്തിലെ ലോകത്തിലെ വിഗ്രഹാരാധികളെ കാണപ്പെട്ടു. In Chaldees, the people over there were idolaters in those days. അവർ ദുർമന്ത്രവാദികളും ജ്യോതിഷികളും പ്രകൃതി ആരാധനക്കാരുമായിരുന്നു. They were evil sorcerers, enchanters, and they worshipped nature. അവർക്ക് ചില സാങ്കല്പിക ദൈവങ്ങൾ ഉണ്ടായിരുന്നു. They had certain assumptions of God. അവർ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിച്ചു. They bowed before the sun, worshipped the moon and the stars. ചന്ദ്രദേവനായ നന്നാറായിരുന്നു അവിടെ പ്രധാന ദേവൻ എന്ന് പറയുന്നത്. God of the moon, Nanna, were their prominent god. അബ്രഹാമിന്റെ പിതാവായ തേരഹ് അവന്റെ തൊഴിൽ വിഗ്രഹങ്ങളുടെ നിർമ്മാണമായിരുന്നു. Terah, the father of Abraham, his profession was idol making. കൽദയർ വിശ്വസിക്കുന്നതായ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റ് തേരഹ് സമ്പന്നനായി ജീവിച്ചു. The idols that were sent out of the land of Chaldees were sold, and he brought his livelihood by Terah. എന്നിരുന്നാലും അബ്രഹാമിലെ തന്റെ അപ്പന്റെ വിഗ്രഹങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. Yet Abraham never believed in his father's idols. അതിനെക്കുറിച്ച് പ്രശസ്തമായ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. There is a popular myth that is staying on the ground about this. തേരഹിന്റെ വിഗ്രഹപുരയിൽ കൽദയരുടെ പലവിധമായ വിഗ്രഹങ്ങളെ നിർമ്മിച്ച് തേരഹ് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. In the chamber of idols that was held by Terah, different idols of Chaldees were formed there. ഒരു ദിവസം തേരഹ് ഇല്ലാത്ത സമയത്ത് അബ്രഹാം ഈ വിഗ്രഹപുരയ്ക്കകത്തേക്ക് കടന്നു. One day when Terah wasn't in the house, Abraham sneaked inside that room. കൽദയ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ കണ്ടിട്ട് അബ്രഹാമിന് സഹിക്കാൻ കഴിഞ്ഞില്ല. On beholding the idols of this particular man, now Abraham couldn't bear it. അവനൊരു മഴുവെടുത്ത് ഇതെല്ലാം അടിച്ച് ഉടച്ചു പൊട്ടിച്ചു കളഞ്ഞു. He took a mace and he demolished it all together. അതിനുശേഷം എഴുന്നേറ്റ് നിൽക്കുന്നതായ ഒരു ദേവന്റെ വിഗ്രഹം മാത്രം അവിടെ നിർത്തി. Thereafter, just an idol of a god who stood erect was held there. ആ വിഗ്രഹത്തിന്റെ കൈകളിലേക്ക് ഈ മഴു വളരെ വിദഗ്ധമായി അബ്രഹാം പിടിപ്പിച്ചിട്ട് വിഗ്രഹപുരയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. Very efficiently cheating this particular man. Now that particular idol was taken away from the storeroom. വൈകുന്നേരം തേരഹ് വന്ന് നോക്കുമ്പോൾ തന്റെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടച്ചിരിക്കുന്നത്
തേരഹ് കണ്ടു. Evening, Terah returns and he was surprised. All the idols are broken into pieces. തേരഹിന് 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. Terah had 3 sons. തേരഹ് മനസ്സിലാക്കി ഇത് അബ്രഹാമിന്റെ പ്രവൃത്തിയാണ്. Terah realized this is nothing but the work of Abraham. തേരഹ് അബ്രഹാമിനെ വിളിച്ചു ചോദിച്ചു, നീ എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന്. Terah summoned Abraham and questioned him, why did you do this work? അബ്രഹാം പറഞ്ഞു, അപ്പൻ എന്താണ് ഈ പറയുന്നത്? ഇതൊക്കെ ചെയ്തിട്ട് ഒരുത്തൻ മഴുവും പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. Abraham responded back, Father, what are you speaking? After doing all these things, didn't you see a man holding a mace and waiting there? ആ മഴുവും പിടിച്ചു നിൽക്കുന്നവനാണ് ഇതൊക്കെ അടിച്ചുടച്ചതെന്ന് പറഞ്ഞു. The very one who holds the mace and tarries there, he did everything. തേരഹ് ചോദിച്ചു, അതെങ്ങനെ സാധിക്കും? Terah asked, how can this happen? അതെന്തുകൊണ്ട് സാധിക്കത്തില്ലപ്പാ? Why, Father? Why doesn't it happen? തേരഹ് പറഞ്ഞു, അതിന് കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കുവാൻ സാധിക്കത്തില്ലല്ലോ. Terah said back, it has got hands but it can't perform. അതിന് കണ്ണുണ്ടെങ്കിലും കാണുവാൻ സാധിക്കത്തില്ലല്ലോ. True, it had got eyes but it can't see. അതിന് കാതുണ്ടെങ്കിലും കേൾക്കുവാൻ സാധിക്കത്തില്ലല്ലോ. Definitely ears are there but it can't hear. അതിന് കാലുകളുണ്ടെങ്കിലും നടക്കുവാൻ സാധിക്കത്തില്ലല്ലോ. Certainly it has got foot but it can't move about. അപ്പോൾ അബ്രഹാം തേരഹിനോട് ഒരു ചോദ്യം ചോദിച്ചു. Then Abraham quizzed a question unto Terah. അപ്പാ എങ്കിൽ പിന്നെ അതിന് എന്തിനു കൊള്ളാം? Then, Father, what's the use of this? തേരഹിന് അപകടം മണച്ചു. Terah smelled danger. അവിടെ നിന്ന് തേരഹ് അബ്രഹാമിനെ കൂട്ടി യാത്ര പുറപ്പെടുകയാണ്. He took Abraham and set forth the journey from that place. അബ്രഹാമിന്റെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. There was a faith rooted in the heart of Abraham. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. There is an almighty God who is the creator and the preserver of the whole universe. ഇവരെ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവനായ ഒരു ഏകസത്യ ദൈവമുണ്ട്. There is a single true God who holds reigns over the whole universe. ആ തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. That glorious God paid his visit to Abraham. തേരഹുമായിട്ട് അബ്രഹാമും സാറയും ലോത്തുമായിട്ട് അവിടെ യാത്ര ആരംഭിക്കുകയാണ്. Terah, Abraham, Lot and Sarah now begins the journey. ആ യാത്രയാണ് അബ്രഹാമിന്റെ വിശ്വാസ ജീവിതത്തിന്റെ പ്രാരംഭം എന്ന് പറയുന്നത്. And that journey is the starting phase of the faith life of Abraham. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. Let us read from the book of Genesis chapter 11 verse number 31. തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന് ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. നോക്കുക, കൽദയ പട്ടണമായ ഊരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. They went forth from the land of Chaldees of Ur. ഊർ എന്ന വാക്കിന്റെ അർത്ഥം, Pick the term Ur and its meaning. പ്രകാശിപ്പിക്കപ്പെടുക എന്നാണ് ഒരർത്ഥം. The meaning is to get enlightened. മറ്റൊന്ന് തുറക്കപ്പെടുക എന്ന അർത്ഥവുമുണ്ട്. Another meaning is to be opened. ക്രിസ്തീയ ജീവിതയാത്രയുടെ ആരംഭം ഊരിൽ നിന്നായിരിക്കണം. The starting of the Christian life, its journey is from Ur. എന്ന് വെച്ചാൽ എഫീസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, In Ephesians, St. Paul says, 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, in chapter 1 verses 17 and 18 we read, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. your eyes of understanding should be ഹൃദയ enlightened. ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടുന്നിടത്തു നിന്നാകുന്നു ക്രിസ്തീയ ജീവിതയാത്ര ആരംഭിക്കുന്നത്. From where the eyes of understanding is enlightened, the Christian journey begins. അതാണ് ഊര് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. That is the message that Ur propagates to us. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നവർക്കേ സർവശക്തനായ ദൈവത്തെ കാണുവാൻ സാധിക്കത്തുള്ളൂ. The ones whose eyes of understanding are enlightened, only they can behold the Almighty God. ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവർക്ക് മാത്രമേ തേജോമയനായ ദൈവത്തെ കാണുവാൻ സാധിക്കത്തുള്ളൂ. Only those who have got unwavering faith in God can behold the face of the Almighty God. ദൈവത്തിൽ വിശ്വാസമുള്ളവരുടെ കണ്ണുകൾ തുറക്കപ്പെടുവാനിടയായി തീരും. The eyes of those who hold faith in God, they will be opened. ഇന്ന് ലോകത്തിൽ എത്രയോ കോടാനുകോടി മനുഷ്യർ, Today millions of people in the world, അവർ ദൈവത്തെ അറിയാതെ ഇരുട്ടിൽ സഞ്ചരിക്കുകയാണ്. without knowing God, they plod the path of darkness. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, In 2 Corinthians chapter 4 the 14th verse, St. Paul says, പിശാച് ഇന്ന് ജനകോടികളുടെ ആത്മീയ കണ്ണുകളെ അടച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. Today devil has blinded the eyes of millions of people. അവരുടെ മനക്കണ്ണുകളെ പിശാച് കുരുടാക്കി വെച്ചിരിക്കുന്നു. Devil has blinded the eyes of the understanding. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, In 1 John chapter 2 verse number 11, ഇരുട്ടിൽ സഞ്ചരിക്കുന്നവൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ല. he who traverses in darkness doesn't know where he walketh.
ഇരുട്ടിൽ സഞ്ചരിക്കുന്നവൻ ഏതിൽ തട്ടി വീഴുമെന്നും അറിയുന്നില്ല. He that walks in darkness doesn't know where he will stumble and fall. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ കോടി ജനങ്ങൾ ഇരുട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. Today in this land of India, millions of people take the path of darkness. ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടാത്തവരായി, The eyes of understanding not being enlightened, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവരായി, missing the mark in their lives, ഏതിൽ തട്ടി വീഴുമെന്ന് നിശ്ചയമില്ലാത്തവരായി, unsure where they will stagger and fall. ജനകോടികൾ ലോകത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Millions are lingering in the sphere today. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-35 വാക്യത്തിലേക്ക് വരുമ്പോൾ, The epistle of Apostle John chapter 12 verse number 38. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം തിരുവായി മൊഴിഞ്ഞു. Lord Jesus Christ exclaimed so. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ വെളിച്ചമുള്ളിടത്തോളം നിങ്ങൾ നടന്നുകൊള്ളുവീൻ. For darkness not to cover you, walk till there is light. ഇരുട്ടിൽ സഞ്ചരിക്കുന്നവൻ അവൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. He who journeys in darkness doesn't know where he's heading to. രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Tonight, dear brothers and sisters, hearkening to a voice. നമ്മുടെ ക്രിസ്തീയ ജീവിതം ലക്ഷ്യമില്ലാത്തതായിരിക്കരുത്. Our Christian life shouldn't be aimless. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Tonight, let's pray unto God. കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. O Lord, enlighten my eyes of understanding. എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറന്നു തരണമേ കർത്താവേ. Open the eyes of my heart, ഞാൻ ആ Lord. തേജോമയനായ ദൈവത്തെ ഒന്ന് കാണട്ടെ കർത്താവേ. Oh, let me behold the glorious Lord. ദൈവം എന്റെ കണ്ണുകളെ തുറക്കുമ്പോൾ എനിക്ക് ദൈവത്തിന്റെ ദർശനങ്ങളെ കാണുവാൻ സാധിക്കും. When God opened my eyes, I can behold divine visions. എന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് ദൈവികമായ സ്വപ്നങ്ങളെ കാണുവാൻ സാധിക്കും. When my eyes are enlightened, I can behold divine dreams. എന്റെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ സ്വർഗീയമായ രഹസ്യങ്ങളും മർമ്മങ്ങളും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. When my eyes are opened, I can behold heavenly mysteries and എനിക്ക് secrets. ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ സാധിക്കും. I can witness the work of God. ദൈവത്തിന്റെ സാന്നിധ്യത്തെ എനിക്ക് കാണുവാൻ I സാധിക്കും. can behold the divine presence. നാളെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. I can feel what is going to take place in my life tomorrow. ഇന്ന് അനേകർ ലക്ഷ്യബോധമില്ലാതെ ഇരുട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. Today, different people without goal, they travels in darkness. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്റെ ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തിലെ Lord Jesus Christ, in the twilight of his day, താൻ യെരുശലേമിലൂടെ കടന്നുപോയി. he was walking through the streets of എത്രയോ Jerusalem. ജനങ്ങൾ പാപത്തിന്റെ അന്ധകാരത്തിൽ മുഴുകി അവിടെ ജീവിക്കുന്നു. Lot of people engrossed in the darkness of sin, they subsist അവർ there. കപടഭക്തിക്കാരായ പരീശന്മാർ അവിടെ ജീവിക്കുന്നു. Hypocrite Pharisees, they lived there. വ്യർത്ഥമായ പാരമ്പര്യങ്ങളിൽ അവർ പ്രശംസിക്കുന്നു. They boasted in vain traditions. യെരുശലേമിന്റെ സൗന്ദര്യത്തിൽ അവർ സന്തോഷിക്കുകയാണ്. They were joyful in the gorgeousness of Jerusalem. പക്ഷേ കർത്താവ് യെരുശലേം നഗരത്തെ നോക്കി വിങ്ങിക്കരയുവാൻ തുടങ്ങി. But beholding the city of Jerusalem, Jesus sobbed and അവൻ wept. യെരുശലേം നഗരത്തെ നോക്കിയിട്ട് വാവിട്ട് കരയുകയാണ്. Looking at the streets of Jerusalem, he wailed aloud. യെരുശലേമിനെ നോക്കിക്കൊണ്ട് യേശു ഇപ്രകാരം തിരുവായി മുഴിഞ്ഞു. Looking at the walls of Jerusalem, Jesus said so. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ള നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. Today it would be good if you knew things for your peace. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കും. Now it is veiled to your eye. യെരുശലേമേ യെരുശലേമേ, Oh Jerusalem, Jerusalem. ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ Just like a hen is taking its wings under the chickens. നിങ്ങളെ എത്ര പ്രാവശ്യം മറയ്ക്കുവാൻ ഞാൻ ഒരുക്കമായിരുന്നു. How many times I was willing to embrace you. നിങ്ങൾക്കോ അതിന് മനസ്സായില്ല. But you weren't willing. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? What has happened here? പരീശന്മാരും യഹൂദന്മാരും യെരുശലേമിനെ പുറം കണ്ണുകൊണ്ട് കണ്ടു. Pharisees and the Jews beheld the city of Jerusalem through the outward eyes. പക്ഷേ നമ്മുടെ കർത്താവ് കണ്ടത് ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ടാണ്. But Lord Jesus Christ had a perception through the eyes of the heart. തുറക്കപ്പെട്ട ആത്മീയ നയനങ്ങൾ കൊണ്ട് യേശു യെരുശലേമിനെ കണ്ടു. From the opened inward eyes, Jesus saw Jerusalem. പ്രവചനത്തിന്റെ കണ്ണുകളിലൂടെ യേശു യെരുശലേമിനെ കണ്ടു. From the eyes of prophecy, Jesus saw അവൻ Jerusalem. നടന്നു വരുമ്പോൾ യെരുശലേം ദേവാലയത്തിന്റെ മഹത്വം കണ്ടിട്ട് As he was walking on, beholding the majesty of Jerusalem, അവന്റെ ശിഷ്യന്മാർ അവനോട് പറയുകയാണ്, he saw the disciples, and the disciples ഓ told him, ഇതിന്റെ പണികൾ എത്ര മനോഹരമായിരിക്കും. how beautiful are its ഇത് works. മനോഹരമായ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. With stunning stones it's made. ഓ കർത്താവ് യേശു ക്രിസ്തു അതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, Jesus looked at it and said, ഇതിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. the days are coming when no stone upon stone will remain, it will be brought to the AD ground. 70 ഇത് അത് അക്ഷരം നിവർത്തിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. In AD 70s, literally this took place. പ്രിയ സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, നമ്മുടെ കർത്താവിന് തുറക്കപ്പെട്ട കണ്ണുകൾ ഉണ്ടായിരുന്നു. our Lord had opened her eyes. അവന്റെ ആത്മീയ നയനങ്ങൾ പ്രകാശിപ്പിക്കപ്പെട്ടിരുന്നു. His spiritual eyes were ever brimming. അതുകൊണ്ട് യെരുശലേമിന്റെ പുറമെയുള്ള സൗന്ദര്യമല്ല യേശു കണ്ടത്. Therefore Jesus didn't watch the outward glory of Jerusalem.
യെരൂശലേമിന് സംഭവിക്കാൻ പോകുന്ന ശിക്ഷാവിധിയെ യേശു കണ്ടു. Jesus observed the judgment that is going to be poured upon Jerusalem. ദേവാലയത്തിന്റെ സൗന്ദര്യമല്ല യേശു കണ്ടത്. No, not the beauty of the temple Jesus saw. ദേവാലയത്തിന് സംഭവിക്കാൻ പോകുന്ന നാശത്തെ യേശു കാണുവാനിടയായി തീർന്നു. The impending destruction of the temple he saw. ഇന്നത്തെ ആധുനിക ലോകത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? What is happening in today's modern world? ലോകത്തിൽ ജനപാപത്തിന്റെ സന്തോഷത്തിൽ ജീവിക്കുകയാണ്. Today's worldly people are lingering in sin. ലോകത്തിന്റെ സന്തോഷത്തിൽ മുഴുകി അവർ ജീവിക്കുകയാണ്. They are engrossed in the worldly pleasures. ജഡത്തിന്റെ ഉല്ലാസത്തിൽ ആനന്ദത്തിൽ അവർ ഇറങ്ങിപ്പോവുകയാണ്. The deeds and the glory and the lust of the flesh they go down to. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ പിന്നാലെ അവർ ഓടിപ്പോവുകയാണ്. They rush behind liquor and intoxication. കാരണം അവരുടെ കണ്ണുകൾ ഇരുടായിരിക്കുന്നു. Why? Because their eyes are blinded. അവരുടെ ആത്മീയ നയനങ്ങൾ തുറക്കപ്പെട്ടിട്ടില്ല. Their inward eyes aren't opened. അവരുടെ പാപത്തിന് സംഭവിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. The judgment to their sin is unveiled to them not now. അവർക്ക് മുന്നിൽ തുറന്നു കിടക്കുന്ന പാതാളത്തെ കാണുവാൻ അവരുടെ കണ്ണുകൾ തുറന്നിട്ടില്ല. Their eyes are cloaked to the open path of hell before them. ഇരുട്ട് അവരുടെ കണ്ണുകൾ കുരുടാക്കി കളഞ്ഞിരിക്കുകയാണ്. Darkness has blinded their eyes. സൂര്യൻ പ്രകാശിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മറഞ്ഞിരിക്കുന്നു. When the sun is shining, the stars are being dimmed. ലോകത്തിന്റെ സന്തോഷത്തിൽ മുഴുകി ജീവിക്കുന്നവർക്ക്, those who engross in the pleasures of the world, നാളെ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല. they're not able to predict what is going to happen in their lives tomorrow. ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, tonight, dear brothers and sisters taking part in the gospel meeting, നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. let us pray unto our God. കർത്താവേ, എന്റെ കണ്ണുകളെ തുറക്കണമേ. O Lord, open my eyes. കർത്താവേ, എന്റെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ. O Lord, open the eyes of my enlightenment. നാളെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. O Lord, reveal to me what is happening in my life tomorrow. എന്റെ ജീവിതയാത്രയുടെ അവസാനം എവിടെയായിരിക്കും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവേ. O Lord, reveal to me the end of my days. ലക്ഷ്യബോധമുള്ളവരായി നമുക്ക് യാത്രയെ തുടരാം. Let us continue our journey knowing the goal. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, when we turn to Numbers chapter 22, അവിടെ ബിലെയാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. we come across prophet Bileam there. ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ബാലാക്ക് അവനെ കൂലിക്ക് വിളിച്ചതാണ്. Balak hired him for wages to curse the children of Israel. അവന് വലിയ പ്രതിഫലങ്ങളും ബാലാക്ക് വാഗ്ദാനം ചെയ്തു. High reward Balak promised him. ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ തയ്യാറെടുത്ത് ബിലെയാമിതാ യെരൂശലേമിലേക്ക് ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് കടന്നു പോവുകയാണ്. Geared up to curse the people of Israel, now Balaam is heading to the spot. വഴിയിൽ വെച്ച് ദൈവം ബിലെയാമിന്റെ കണ്ണുകളെ തുറന്നു. Midway, God opened the eyes of അവനെ Balaam. ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച അവൻ കാണുവാൻ ഇടയായി തുറന്നു. He beholds terrifying images. ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതൻ അവന്റെ മുമ്പിൽ നിൽക്കുന്നു. With a sheathed sword, the angel of God stands before him. ആ കാഴ്ച കണ്ടിട്ട് ബിലെയാം ഭയപ്പെട്ടു പോയി. Seeing that sight, now Bileam is ദൈവത്തിന്റെ മുമ്പിൽ petrified. അവനെ തന്നെ താഴ്ത്തി. He humbled himself before God. പാളയത്തിൽ ചെന്ന ബിലെയാമിന് ഇസ്രായേലിനെ ശപിക്കുവാൻ കഴിഞ്ഞില്ല. He wasn't able to visit the camp and curse the children of Israel. അവൻ അവിടെ ചെന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. Instead, he went there and prayed so. സർവശക്തന്റെ ദർശനം പ്രാപിച്ചവൻ അരുളി ചെയ്യുന്നത്. He who obtained the vision of the Almighty says so. വീഴുമ്പോൾ കണ്ണ് തുറന്നവൻ അരുളി ചെയ്യുന്നത്. He who has got his eyes opened while falling, he ഇതാ says, തനിച്ചു പാർക്കുന്നൊരു ജനം. behold the people who stay apart. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. They're not reckoned with the Gentiles. അനുഗ്രഹിക്കുവാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. I've got the commandment to bless. എനിക്കത് മറച്ചു വെക്കുവാൻ സാധിക്കത്തില്ല. I'm not able to cover it up. ബിലെയാമിന് സംഭവിച്ച മാറ്റം എന്താണെന്ന് അറിയാമോ? Think about the change that happened to Bileam. ശപിക്കുവാൻ വേണ്ടി പുറപ്പെട്ടവനാണ്. He who set out to curse, അവൻ അനുഗ്രഹിക്കുന്നവനായി മടങ്ങി വരികയുണ്ടായി. returns as a blesser. വഴിയിൽ വെച്ച് അവന്റെ കണ്ണുകൾ തുറക്കപ്പെടുവാനിടയായി തീർന്നു. On the way, his eyes got opened. ഇന്ന് രാത്രി ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. Tonight, you pray to God. കർത്താവേ, എന്റെ യാത്രയുടെ ലക്ഷ്യം എന്നെ വെളിപ്പെടുത്തി കാണിക്കണമേ. Oh Lord, reveal the purpose of my journey. എന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്ന എനിക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവേ. Open the veil before my എനിക്ക് eyes. വിരോധമായി ശത്രു ഒരുക്കുന്ന കെണികളെ എന്നെ കാണിച്ചു തരണമേ കർത്താവേ. Show me the snare prepared by my adversary before me. എന്നെ തകർക്കുവാൻ ശത്രു ഒരുക്കുന്നതായ വഞ്ചനയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ കർത്താവേ. Show me the way of deception my foe prepares before me to കർത്താവ് ഒരു destroy me. ഊരിന്റെ അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. Lord will guide us to the experience of നിങ്ങൾ earth. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെന്നുണ്ടെങ്കിൽ If you would sincerely pray, നിങ്ങൾ ഊരി പിടിച്ചു നിൽക്കുന്ന വാളുമായി കാണുന്ന ദൂതനെയല്ല കാണുന്നത്. you won't see an enemy with a sword drawn out. കാൽവരിയിൽ രക്തം ചിന്തുന്ന നമ്മുടെ കർത്താവിന്റെ യേശുവിന്റെ ദർശനം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും. You will have the vision of Lord Jesus Christ spilling his blood on the peaks of Calvary. ഇന്ന് രാത്രി കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. Tonight you should pray unto God. കർത്താവേ, ആ കാൽവരിയുടെ ദർശനം എന്റെ ഹൃദയത്തിൽ തരണമേ കർത്താവേ. Oh Lord, show me the vision of Calvary in my heart. രക്തം വാർന്നിരിക്കുന്ന നിന്റെ ശരീരം എന്നെ കാണിക്കണമേ കർത്താവേ. Show me your body where blood is oozing
reaching out. എന്റെ കണ്ണുകളെ അതിനു വേണ്ടി തുറക്കണമേ കർത്താവേ. Open my eyes for the cause. പ്രിയ സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നെങ്കിലേ, if God is with us, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ കർത്താവ് തുറക്കുന്നുവെങ്കിലേ, God is opening the eyes of our heart, നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. we can see our God. ക്രൂശിനെ നമുക്ക് കാണുവാൻ സാധിക്കും. We can behold the cross. ദൈവത്തിന്റെ ദൂതന്മാരെ നമുക്ക് കാണുവാൻ We സാധിക്കും. can witness the angels of God. ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് കാണുവാൻ The സാധിക്കും. protection of God, we can see it. ഇവിടെ നോക്ക്, ഏലീശയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? Now look at the life of Jesus. 2 രാജാക്കന്മാർ 6-17 വാക്യത്തിലേക്ക് വരുമ്പോൾ When we turn to 2 Kings chapter 6 verse number അവിടെ ഒരു 17, വലിയ സംഭവം നടക്കുകയാണ്. a huge episode takes place there. ആരാം രാജാവിന്റെ അരമനയിൽ പറയുന്ന കാര്യങ്ങൾ The things that are spoken in the chambers of the king of Syria. യഹൂദ രാജാവിനെ ആരും അറിയിച്ചു കൊടുക്കുന്നു. Someone is informing, spying to the king of Judah. ആരാണ് ഇവരുടെ ഇടയിൽ ചാരനായി പ്രവർത്തിക്കുന്നത്? Who is a traitor here? ഒടുവിൽ ആരാം രാജാവിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി. Finally the king of Syria knew the reality. ഇസ്രായേൽ പാളയത്തിൽ കണ്ണുകൾ തുറക്കപ്പെട്ട ഒരുത്തനുണ്ട്. There is one with opened eyes in the camp of Israel. ഒരു ഏലിശ അവിടെ താമസിക്കുന്നുണ്ട്. Elisha dwells there. നമ്മുടെ അരമനയിൽ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നതായ ഒരു ഏലിശ പാളയത്തിലുണ്ട്. There is an Elisha in the camp who is able to decipher the secrets in our chamber. ഏലിശ ദോദാനിൽ പാർക്കുന്നുള്ള അറിവ് ആരാം രാജാവിന് കിട്ടി. The news got touched in the ears of the king of Syria. Elisha is camping in Dothan. ആരാം രാജാവ് ശക്തമായ ഒരു സൈന്യത്തെ പട്ടണത്തിലേക്ക് അയച്ചു. King of Syria set out a huge army to the city. രഥങ്ങളെയും കുതിരകളെയും പട്ടണത്തിലേക്ക് അയച്ചു. Mighty horses and chariots were sent off. രാവിലെ ഏലിശയുടെ ബാല്യക്കാരൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ Early morning the servant of Elisha came out. ആ കാഴ്ച കണ്ടവൻ ഭയപ്പെട്ടു പോയി. He was startled, petrified on seeing that അവൻ sight. ഓടി വന്ന് എലീശയോട് പറയുകയാണ്, He rushed to Elisha and said, യജമാനനെ, നമ്മൾ എന്ത് ചെയ്യൂ? Oh master, what are we going to do? ആരാമി സൈന്യം വളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. Syrian army has encircled us. പക്ഷെ ഏലിശ ഭയപ്പെട്ടില്ല. Elisha did not be fearful. ഏലിശ ബാല്യക്കാരനോട് പറഞ്ഞു, Elisha told the servant, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു. the one with us is greater than the one with them. ഇത് പറഞ്ഞിട്ട് ഏലിശ പറഞ്ഞു, After saying that, Elisha added, കർത്താവേ, ഈ ബാല്യക്കാരന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. Oh Lord, open the eyes of the servant. കർത്താവ് ബാല്യക്കാരന്റെ കണ്ണുകളെ തുറന്നു. And God opened the eyes of the servant. അഗ്നിമയമായ കുതിരകള്, Fiery horses, അഗ്നിമയമായ രഥങ്ങള്, fiery chariots, ഒരു മല പോലെ ഏലിശയെ ചുറ്റി നിൽക്കുകയാണ്. like a mountain encircling Elisha. ആരാമ സൈന്യത്തിന് അടുത്ത് വരുവാൻ സാധിക്കത്തില്ല. The Syrian army cannot come close. എന്താണ് നിന്റെ കാരണമെന്നറിയാമോ? You know why? ഏലിശയുടെ കണ്ണുകൾ തുറക്കപ്പെട്ട കണ്ണുകളാണ്. The eyes of Elisha are open to അവൻ ones. ദൈവത്തിന്റെ സംരക്ഷണയെ കണ്ടവനാണ്. He saw the guarding of അവൻ God. ദൈവത്തിന്റെ സേനയെ കണ്ടവനാണ്. He beheld the host of God. അവൻ അഗ്നിമയ രഥങ്ങളെ കണ്ടവനാണ്. He saw those fiery chariots. അവൻ അഗ്നാശ്വങ്ങളെ കണ്ടവനാണ്. He saw the fiery host. എവിടെ വെച്ചാണ് ഏലിശ ഇത് കണ്ടതെന്നറിയാമോ? You know where Elisha saw this? തന്റെ യജമാനായ ഏലിയാവ് തന്നെ പിരിയുന്ന നിമിഷം, The moment in which his master Elijah bid farewell. യോർദാന്റെ കടവിൽ വെച്ചൊരു കാഴ്ച എലിശ കണ്ടു. At the shore of Jordan he saw a ഇതാ sight. ഒരു ചുഴലിക്കാറ്റ് വീശിയടിക്കുകയാണ്. Lo, a whirlwind blows. അഗ്നിമയമായ രഥങ്ങളും അഗ്നാശങ്ങളും താഴേക്ക് ഇറങ്ങി വരുന്നു. Fiery horses and chariots alive. ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ ആകാശമേഘങ്ങളിലേക്ക് എടുത്തുകൊണ്ടുപോയി. Elijah is ascending to the blue in fiery chariots. ഏലിശ ദൈവത്തിന്റെ സൈന്യത്തെ കണ്ടിട്ടുള്ള ഭക്തനാണ്. Elisha is a godly man who has seen the army of അതുകൊണ്ട് God. ഏലിശ പറഞ്ഞു, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമാകുന്നുവെന്ന്. Therefore Elisha said, he who is with us is greater than the one with them. ലോകത്തിന്റെ കണ്ണുകൾ തുറക്കാത്ത മനുഷ്യൻ വിരോധികളെ കാണും. Those who are eclipsed the eyes of the world, they will see the adversaries. ലോക മനുഷ്യർ ശത്രുക്കളെ കാണും. The worldly people will see their foes. ലോക മനുഷ്യ പിശാചുക്കളെ കണ്ട് ഭയപ്പെടും. Worldly man will tremble on seeing the devil. എന്നാൽ ഒരു ദൈവത്തിന്റെ പൈതൽ ദർശനങ്ങളെ കാണും. But a child of God will behold അവൻ visions. ദൈവത്തിന്റെ ദൂതന്മാരെ കാണും. He shall see the angels അവൻ of God. അഗ്നിമയമായ രഥങ്ങളെ കാണും. He will behold fiery അവൻ chariots. അഗ്നാശ്വങ്ങളെ കാണും. He will see fiery horses. അവൻ ദൈവത്തിന്റെ സംരക്ഷണ കണ്ട് ധൈര്യപ്പെടും. He will be emboldened on seeing the protection of God. അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. His eyes are open. ആകയാൽ ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുവാനിടയായത്. Therefore tonight let your eyes be opened. യോശുവ യെരിഹോയോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പുറപ്പെട്ടു. Joshua set out to fight against യെരിഹോ കോട്ട Jericho. പിടിക്കുവാൻ വേണ്ടി യോശുവ പോവുകയാണ്. Capture the fort of Jericho. Now Joshua വഴിയിൽ വെച്ച് goes. യോശുവയുടെ കണ്ണുകൾ ദൈവം തുറന്നു. Midway God opened the eyes of Joshua. യോശുവ ഒരു കാഴ്ച കാണുകയാണ്. Joshua beholds a യഹോവയുടെ sight. സൈന്യത്തിന്റെ അധിപതി ഊരിപ്പിടിച്ച വാളുമായി പാളയത്തിൽ നിൽക്കുന്നു. The captain of the host of God with a sheathed sword stands before the army. യോശുവയ്ക്ക്
യോശുവയ്ക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലായി. Joshua knew a reality. യുദ്ധം ചെയ്യുന്നത് ഞാനല്ല, No, not I who fight. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. The captain of the army of God has come ഇന്ന് here. രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, hearkening to us tonight, ദൈവിക ദർശനങ്ങളെ നമുക്ക് പ്രാപിക്കാം. let us obtain divine visions. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, When tribulations come in our lives, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, when challenges arise, പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, when adversaries come, ശത്രു നിങ്ങൾക്ക് വിരോധമായി പോരാടുമ്പോൾ, when the enemy fights against നിങ്ങൾ you, ശത്രുവിന്റെ പ്രതികൂലങ്ങളെ കാണുന്നവരാവരുത്. you should not see the adversary of the ഓ, enemy. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന കെണികളെ കണ്ട് ഭയപ്പെട്ടു പോകുന്നവരാവരുത്. Don't be panic stricken on the snares formed against you. ഒരുപക്ഷെ ഒരു ആഭിചാര ദോഷമായിരിക്കാം, That might be the powers of enchantment. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിരോധമായിട്ടുള്ള അന്യാരാധനയുടെ ശക്തിയായിരിക്കാം, Oh, the powers of strange worship against you. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിരോധമായിട്ടുള്ള വിളിച്ച നേർച്ചകളായിരിക്കാം. Perhaps the offerings of the vows rendered against you. നിങ്ങളുടെ ആത്മീക കണ്ണുകൾ തുറക്കപ്പെടണം. Let the eyes of understanding be ഓ, opened. നിങ്ങൾ കർത്താവിനെ കാണുവാനിടയായി തീരണം. You should behold God. 2 നിവൃത്താന്തം 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ, When we turn to 2 Chronicles chapter 32, അവിടെ നമുക്കൊരു സംഭവത്തെ കാണുവാൻ സാധിക്കും. there we come across an episode. ഹിസ്കിയാവ് ഇസ്രായേലിന്റെ രാജാവായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Hezekiah reigns as the king of Israel. ഹിസ്കിയാവ് ഇസ്രായേലിന്റെ രാജാവായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, While Hezekiah was reigning as the king of Israel, അശൂർ രാജാവായ സെൻഹരീബ് the Syrian king Sennacherib, ഒരു വലിയ സൈന്യവുമായി ഹിസ്കിയേലിനോട് യുദ്ധം ചെയ്യുവാൻ കടന്നു വന്നു. with a huge army, he came against to fight against Hezekiah. ജനങ്ങൾ അത് കണ്ട് ഭയപ്പെട്ടു പോയി. The people were terrified on beholding this. പക്ഷെ ഹിസ്കിയ രാജാവ് ജനങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്, There is a word that Hezekiah tells to the mass. നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. You be courage and be firm-minded. 2 നിവൃത്താന്തം 32 വാക്യം വായിച്ചാട്ടെ. Let's go through 2 Chronicles chapter 32 verse number 7. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. ആ. അശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. ആ. നിങ്ങൾ ഭ്രമിക്കരുത്. ആ. അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. നോക്കുക, ഹിസ്കിയ പറഞ്ഞ അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയൊരുവൻ നമ്മളോട് കൂടെ ഉണ്ട്. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. ആ, നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഈ ഒരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. Dear people of God, we need this revelation in our lives. എന്താണ് ഹിസ്കിയ രാജാവ് ജനത്തെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നത്? With what words are Hezekiah emboldening the people? നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. You be strong and of good courage. അശൂർ രാജാവിനെയും അവന്റെ കൂടെ ഉള്ളവരെയും കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. Don't be fearful on seeing the king of Syria and the multitude. അവരോട് കൂടെ ഉള്ളതിനേക്കാൾ വലിയൊരുത്തൻ നമ്മളോട് കൂടെ ഉണ്ട്. There is one greater than the one with them. അവരോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. There is just the arm of flesh with them. നമ്മളോട് കൂടെ നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാൻ സർവശക്തനായ ദൈവമുണ്ട്. But with us the Lord our God is ready to fight our battle. ആകയാൽ ഇന്ന് രാത്രി നമുക്ക് ഉറപ്പുള്ളവരായിരിക്കാം. Therefore tonight let us be courageous. എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. My God is with me. എന്റെ ദൈവം എന്നെ സംരക്ഷിക്കണം. My God guards me. അല്പം മുൻപ് ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. A little while earlier you hearkened to a testimony. അതിഭയങ്കരമായ ഒരു അപകടമുണ്ടായി. He was caught in the midst of a great വാഹനം accident. 4 പ്രാവശ്യം മറിഞ്ഞുപോയി. 4 times the vehicle somersaulted. പക്ഷെ ഒരു പോറൽ പോലും അവർ കേട്ടില്ല. Not even a scratch occurred in his body. എന്താണ് സംഭവിച്ചത്? What happened there? അവരെ സംരക്ഷിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ കാവലേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. God gave the charge to his angels to keep them. അവന്റെ ദൂതന്മാർ അവരെ കരങ്ങളിൽ താങ്ങുകയായിരുന്നു ചെയ്തത്. His angels bore him in his arms. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം. Tonight you believe. എനിക്ക് ചുറ്റും ദൈവദൂതന്മാരുടെ കാവലുണ്ട്. I've got the preservation of the angels all ചില around me. വർഷങ്ങൾക്കപ്പുറത്ത് കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്തുമിൽ നടന്നൊരു സംഭവം. Some years back, an incident took place in the Kottarakara Center Faithful. നമ്മുടെ വിശുദ്ധന്മാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. I've hearkened to my leaders say this. കൊട്ടാരക്കരയുടെ ഒരു ഭാഗത്ത് ഒരു വിശ്വാസി യാദൃശ്ചികമായി മരിക്കുവാനിടയായി. In a particular part in Kottarakara, a believer died. ആ മരണം ആ ദേശത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. That death broke out certain incidents in that കാരണം land. അവർ വിശ്വാസത്തിൽ നിലനിന്നാണ് ആ വിശ്വാസം മരിച്ചത്. Because that believer endured in faith and gave up his ghost. ആ പ്രദേശത്തെ അവിശ്വാസികളെല്ലാം കൂടെ ദേശക്കാരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കി. Unbelievers and inhabitants of the land created a strife. നമ്മുടെ കൊട്ടാരക്കൽ നിന്ന് ശവോടക്കാൻ വേണ്ടി അയച്ചത് They were sent to give the burial in Kottarakara. അവറാച്ചൻ പാസ്റ്റർ എന്ന് പറഞ്ഞ പ്രായമുള്ള ഒരു അപ്പച്ചൻ There ഉണ്ടായിരുന്നു. was an elderly pastor named Pastor Kundra Avarachan. വളരെ കൃപാവരങ്ങളുള്ള ഒരു അപ്പച്ചനായിരുന്നു. He was a man bountiful in gifts and graces. പിശാചുക്കളെ ഓടിക്കുന്ന ഒരു He അപ്പച്ചനായിരുന്നു. was a man who chose to cast out ഏതാണ്ട് demons. 100 വയസ്സെങ്കിലും ആയിട്ടായിരിക്കും താൻ മരിച്ചത്. He died at around 100. തന്നെയാണ്
അടക്കം നടത്തുവാൻ വേണ്ടി അവിടേക്ക് അയച്ചത്. He was sent to lead the burial. പക്ഷെ അടക്കം നടത്തുവാൻ നാട്ടുകാർ സമ്മതിച്ചില്ല. But the inhabitants of the land stopped the burial. അതിനുശേഷം കൊട്ടാരക്കര വിശ്വാസ ഭവനത്തിലേക്ക് വന്നു. Thereafter he returned to the Kottarakara Center Faith Home. വിശ്വാസ ഭവനത്തിൽ അതിക്രമം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ കടന്നു വന്നത്. They came there to create violence at the Faith Home. പക്ഷെ ഫെയ്ത്ത് ഹോമിന്റെ വാതിൽക്ക് വന്നപ്പോൾ But when they came to the doorstep of the Faith അവർക്ക് Home, അകത്തേക്ക് കടക്കുവാൻ സാധിച്ചില്ല. they were not able to barge in. അവരവിടെ ഒരു കാഴ്ച കാണുകയുണ്ടായി. They saw a sight. ഇതാ ഫെയ്ത്ത് ഹോമിനകത്ത് മുഴുവനും പട്ടാളക്കാർ നിരന്നു നിൽക്കുകയാണ്. Soldiers enarmed within the Faith Home. ആക്കി വേഷം ധരിച്ച പട്ടാളക്കാർ കൊട്ടാരക്കര ഫെയ്ത്ത് ഹോമിൽ നിൽക്കുന്നു. Uniform wearing soldiers are standing before Kottarakara Faith Home. ആക്രമിക്കാൻ വന്നവർ ഭയപ്പെട്ട് ഓടിപ്പോയി. They who came to attack, they flee away. അവര് പറഞ്ഞു പെന്തക്കോസ്തുകാർ പട്ടാളത്തെ ഇറക്കിയിട്ടുണ്ടെന്ന്. They said Pentecostal people have hired അവർ soldiers. ചോദിച്ചു, അവര് പോയി അവറാച്ചൻ പാസ്റ്ററെ കൊണ്ട് അടക്ക ശുശ്രൂഷയൊക്കെ നടത്തിച്ചു. And they took Pastor Avarachan there and he conducted the funeral service. അവർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ പട്ടാളത്തെ ഇറക്കിയത്? They asked, why did you bring down the army? സക്കരിയ 9:8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, In Zechariah 9:8 we read, ആര് പോക്കുവരത്ത് ചെയ്യാതെ വണ്ണം nobody to harm. ഒരു പട്ടാളമായി അവൻ തന്റെ ആലയത്തെ പരിപാലിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Like an army, he is keeping his temple. ആകയാൽ ദൈവത്തിന്റെ സൈന്യം നമ്മുടെ ആരാധനാലയങ്ങൾക്ക് ചുറ്റുമുണ്ട്. Therefore, the army of God is guarding around our temple, നമ്മുടെ ഭവനങ്ങൾക്ക് ചുറ്റുമുണ്ട്. guarding around our houses. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവദൂതന്മാരുടെ കാവലുണ്ട്. The protection of the angels of God accompany where you go. രാത്രി നീ അത് ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന് വിശ്വസിക്കുന്നവരായി കാണപ്പെടണം. Tonight, you open your eyes of understanding and believe it. എലീൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, A sister named Eli, താൻ ഒരിക്കലൊരു പൈശാചിക ആരാധിക്കുന്ന ഒരു ആരാധന ഗ്രൂപ്പിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. she was a sister who believed to the band where satanic worship was going on. പൈശാചിക ആരാധനയിൽ നിന്ന് താൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. From the satanic worship, she came to the Christian faith and belief. തന്റെ ജീവിതത്തിന്റെ അനുഭവം പിന്നീട് താൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. Later, she narrated the experiences of her life. എങ്ങനെയാണ് താൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്? How she came to the Christian faith. ഈ സാത്താന്യ ആരാധന കേന്ദ്രത്തിൽ താൻ ആയിരിക്കുമ്പോൾ While she was in the satanic center, തനിക്ക് പലവിധമായ പ്രൊമോഷൻ അവരുടെ ഈ പൈശാചിക കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. from the satanic worship center, she got many promotions. ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രൊമോഷൻ എന്ന് പറയുന്നത് The most covetable position that a woman can hold is പിശാച് ആരാധനയുടെ മഹാപുരോഹിത ആവുകയെന്നാകുന്നു. becoming the chief priestess of the satanic worship. ഇവളെ മഹാപുരോഹിത സ്ഥാനത്തേക്ക് നിയമിക്കുവാൻ തീരുമാനിച്ചു. She was exalted and appointed at the high priest post, അതിനു മുമ്പ് ഇവൾക്കൊരു ടാസ്ക് കൊടുക്കുകയുണ്ടായി. for which she was given an assignment. ആ ടാസ്ക് എന്ന് പറയുന്നത്, That assignment means ഇവിടെ സാത്താന്യ ആരാധന കേന്ദ്രത്തിന് അടുത്തായിട്ട് near the satanic worship place, ഒരു പെന്തക്കോസ്ത് വിശ്വാസി താമസിക്കുന്നുണ്ടായിരുന്നു. a Pentecostal believer was residing. അവരവിടെ പ്രാർത്ഥിക്കുന്നു, ആരാധന നടത്തുന്നു. They were praying and conducting worships there. അവരവിടെ ഉപവസിക്കുന്നു. They were fasting there. അതുകൊണ്ട് ഈ സാത്താന്യ ആരാധനയുടെ പ്രവർത്തനങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ട്. Therefore, the works of the satanic worship were facing hindrances. എലീനോട് പറഞ്ഞു, It was told to നീ Eli, നിന്റെ കൂടെയുള്ള 21 പേരുമായിട്ട് you and the 21 with you, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന മാന്ത്രിക വിദ്യ നടത്തണം. you go for the sorcery called astral projection. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ Astral projection means ശരീരത്തിൽ നിന്ന് വെളിയിൽ വരുന്ന ഒരു അവസ്ഥയാണ്. experience of coming out of the body. ശരീരം അവിടെ കിടക്കും, The body will remain there. ശരീരത്തിൽ നിന്ന് ആത്മാവ് വെളിയിൽ വരും. The soul will come out as trance. ആത്മാവിൽ ആ വിശ്വാസിയുടെ വീട്ടിൽ ചെന്നിട്ട് In the spirit, visit the house of the believer. ആ ഭവനത്തിലുള്ള എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് വരണം. Everyone in the house should be killed and you should ഈ return. ഉത്തരവാദിത്തമാണ് അവളെ ഏൽപ്പിച്ചത്. This responsibility was assigned to her. നിശ്ചയിക്കപ്പെട്ട ദിവസമായി An appointed day came. ആ ദിവസം അവിടെ കൂടെയുള്ള 21 പേരും വന്നു. That day the 21 people came to her. അവരെല്ലാവിധമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളെല്ലാം ഉരുവിട്ടു. They chanted all the prayers and the chants. അതിനുശേഷം ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തി. Then they underwent the process of astral അവിടെ projection. ശരീരത്തിൽ നിന്ന് അവർ വെളിയിൽ വന്നു. They came out of their ഈ bodies. നിശ്ചയിക്കപ്പെട്ട പെന്തക്കോസ്ത് വിശ്വാസിയുടെ വീടിനടുത്തേക്ക് അവർ പോവുകയാണ്. They came near the house of the Pentecostal believer. വീടിനടുത്തെത്തിയപ്പോൾ As they came close to the ഇവർക്ക് house, അകത്തേക്ക് കടക്കുവാൻ സാധിക്കുന്നില്ല. alas, they're not able to come inside. എന്തിലോ തട്ടി അവർ പുറത്തേക്ക് വീഴുകയാണ്. They stumble on something and they fall behind. വീണ്ടും അവർ ശക്തിയോടെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. Powerfully, one more attempt. അവരെന്തിലോ തട്ടി താഴേക്ക് വീഴുകയാണ്. Again, stumbling and being cast out. പല പ്രാവശ്യം അകത്ത് കടക്കാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. Repeated endeavors, but no success. എന്തുകൊണ്ട് ആ വീട്ടിനകത്ത് കടക്കുവാൻ അവൾക്ക് സാധിച്ചില്ല? What
what was stopping them from going അവർ inside? മാറി നിന്ന് വീക്ഷിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. From the door they observed a sight. വെള്ളവസ്ത്രം ധരിച്ച ദൈവത്തിന്റെ ദൂതന്മാർ The angels of God putting on white നിരയായി raiment. അവളുടെ വീടിന് ചുറ്റും In നിൽക്കുകയാണ്. a row and line they guard the ആ house. ദൂതന്മാരെ കടന്ന് അവർക്ക് അകത്തേക്ക് കടക്കുവാൻ സാധിച്ചില്ല. They can't go beyond the angels and inside the house. അവളുടെ ദൗത്യം പരാജയപ്പെട്ട് അവൾ പൈശാചിക ആരാധന കേന്ദ്രത്തിലേക്ക് മടങ്ങിച്ചെന്നു. Failing in their duty, they returned to the satanic worship center. അവളുടെ മനസ്സിലൊരു ചിന്ത കടന്നു വന്നു. A thought arose in their heart. ഞാൻ ഇന്നുവരെയും ചിന്തിച്ചിരുന്നത് Till now I thought, പൈശാചിക ആരാധനയാൽ ആ ശക്തിയിൽ എന്തും സാധിക്കുമെന്നാണ്. through devilish worship anything can become to pass. എന്നാൽ അതിനേക്കാൾ വലിയൊരു ശക്തി ലോകത്തിലുണ്ടെങ്കിൽ But if there is a mightier force in the world, ആ ശക്തി എനിക്ക് അറിയണം എന്നുള്ളൊരു ആഗ്രഹം അവിടെ മനസ്സിലുണ്ടായി. the desire arose, I should know that force. അങ്ങനെ അവിടെ സാത്താന്യ ആരാധന വിട്ട് യേശുവിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. Thus they came out of the satanic worship to Christ. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, dear brothers and sisters, ഇന്ന് രാത്രി നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. tonight you should know our reality. നമ്മെ സംരക്ഷിക്കുവാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. He has charged his angels to keep us. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ചുറ്റുമുണ്ട്. The presence of God encompasses. ദൈവദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് ചുറ്റുമുണ്ട്. We have got the preservation of the angels of ഒരുപക്ഷെ God. നിനക്കത് കാണുവാൻ സാധിക്കുന്നില്ലായിരിക്കും. Maybe it's veiled to your eyes. ഇന്ന് രാത്രി ദൈവത്തോട് നീ പറയണം, Tonight you say to God, കർത്താവേ എന്റെ കണ്ണുകളെ തുറക്കണമേ. Oh Lord, open my കർത്താവേ eyes. എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. Oh Lord, brighten my eyes. ആരാധന വേളയിൽ ദൈവ സാന്നിധ്യം In കാണുവാൻ, the midst of the worship to see thy presence. ദൈവത്തിന്റെ ദൂതന്മാരെ കാണുവാൻ, Behold thy angels. കർത്താവേ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. Oh Lord, open my eyes, please. യാക്കോബിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. The eyes of Jacob were enlightened. അവൻ പറയണ ഈ സ്ഥലം എത്ര ഭയങ്കരമാകുന്നു. He says, terrific is this place. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നില്ല. This is nothing but the temple of God. ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നവർ കാണുവാനിടയായി തീർന്നു. He saw the angels of God ascending and descending. ഇന്ന് രാത്രി ഒരു ഊറിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകുമെങ്കിൽ Tonight, if we can go through an experience of awe, നമുക്ക് ദൈവ സാന്നിധ്യം കാണുവാൻ സാധിക്കും. we can see the presence of God. ദൈവത്തിന്റെ ദൂതന്മാരെ കാണുവാൻ സാധിക്കും. We can witness the angels of God. ദൈവത്തിന്റെ സംരക്ഷണ കാണുവാൻ സാധിക്കും. We can feel the protection of നിന്റെ God. ജീവിതത്തിൽ നീ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുവോ? Are you going through troubles in your life? പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുവോ? Are you going through adversities? ഓ, നിന്നെ സഹായിക്കുവാൻ ദൈവം നിന്റെ അടുക്കലുണ്ട്. God is near you to help you. അബ്രഹാമിന്റെ ദാസിയായ ഹാഗാറിനെ നിങ്ങൾ നോക്കിയാട്ടെ. Take a look at Hagar, the servant of Abraham. ഹാഗാറിന് അബ്രഹാമിന് ഒരു സന്തതി ജനിച്ചു. Out of Abraham, a seed was born to Hagar. ഹാഗാറിനെയും സന്തതി അബ്രഹാം വീട്ടിൽ നിന്ന് പുറത്താക്കി. Hagar and the seed was kicked out of the house of Abraham. ഒരു ദിവസം അതിരാവിലെ സമയത്ത് Early in the dawn on a fine day, ഒരു തുരുത്തി വെള്ളവും with a bottle of water, ഒരു അപ്പവും കൊടുത്ത് with a piece of cake, ഈ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ കൊടുത്ത് the lad was given in her hands. അബ്രഹാം ഹാഗാറിനോട് പറഞ്ഞു, ഇവിടെ വിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. Abraham said, come on Hagar, quit the place. ഹാഗാർ വീട് വിട്ടിറങ്ങിപ്പോയി. Hagar left out of the അവൾ house. ബർശേബ മരുഭൂമിയിൽ കിടന്ന് കറങ്ങുകയാണ്. She loiters in the wilderness of അവിടെ Beersheba. തുരുത്തിയിലെ വെള്ളം മുഴുവനും തീർന്നു പോയി. Now not a drop of water in the bottle remains. കുഞ്ഞ് ദാഹം കൊണ്ട് നിലവിളിക്കുകയാണ്. The baby is crying out of thirst. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളത്തിന് ഒരു സാധ്യതയുമില്ല. No chance for a drop of water in the wilderness. അവൾ വിചാരിച്ചവളുടെ കുഞ്ഞ് മരിച്ചു പോകും. She thought, this is the end, my baby is going to ഈ die. കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട. I don't want to see the death of my ഒരു child. കുറുങ്കാട്ടിന്റെ തണലിൽ കുഞ്ഞിനെ അവൾ കൊണ്ടുപോയി മാറ്റി കിടത്തി. She took the baby under the shadow of a shrub. ഒരു അമ്പിൻപാട് ദൂരത്തേക്ക് അവൾ മാറിയിരുന്നു. The distance of a bow, she went out and she stayed there. അവൾ ഇരുന്ന് കരയുവാൻ തുടങ്ങി. She started to wail. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ As she was weeping, സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദങ്ങൾ a കേൾക്കുകയാണ്. voice echoes from heaven. ദൈവത്തിന്റെ ദൂതൻ അവളോട് The സംസാരിക്കുകയാണ്. angel of God proclaimed to her, ഹാഗാരേ, നീ കരയുന്നതെന്ത്? Hagar, why do you cry? ഹാഗാരേ, നീ കരയുന്നതെന്ത്? Daughter Hagar, why are you weeping? ബാലന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. God has hearkened to the voice of the നീ പോയി lad. എഴുന്നേറ്റ കുഞ്ഞിനെ താങ്ങി എടുത്തുകൊള്ളുക. Go and support the lad. ദൈവശബ്ദം കേട്ട ഹാഗാറ് Hearkening to the voice of God, ആ Hagar, കുറുങ്കാട്ടിൽ നിന്ന് കുഞ്ഞിനെ താങ്ങി എടുക്കുവാൻ വേണ്ടി കുനിഞ്ഞു. she went out to take the baby from the shrub. ദൈവം അവരുടെ ആത്മീക കണ്ണുകളെ തുറന്നു. God opened her eyes of enlightenment. ഇതാ ഒരു കാഴ്ച അവൾ കാണുകയാണ്. Now she sees a sight. ആ മരുഭൂമിയിലൂടെ ഒരു ഉറവ ഇതാ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. A fountain breaks out of the wilderness. ആ മണൽപ്പരപ്പിലൂടെ ഒരു ഉറവ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. Oh, a fountain walks through the soil. അവൾക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. She can't believe her അവൾ ആ eyes. ഉറവയിൽ നിന്ന് വെള്ളം കോരി തന്റെ കുഞ്ഞിന് കൊടുത്തു. She gathered the water from the fountain, gave to the child. അവൾ കുടിച്ചവിടെ ദാഹം തീർത്തു. She drank, her thirst is now പ്രിയ quenched. സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, നിങ്ങൾ ഇതുപോലെ പ്രശ്നത്തിന്റെ നടുവിലാണോ? are you in the midst of such a problem? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും You pray unto God. കർത്താവേ, എന്റെ മുൻപിലുള്ള പരിഹാരത്തെ കാണുക.
കാണുവാൻ, O Lord, to see the remedy before me, എന്റെ മുന്നിൽ തുറക്കപ്പെട്ട ഉറവയെ കാണുവാൻ, to see the open fountain. എന്റെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. Unveil my eyes, Lord. ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിലെ In the journey of the children of Israel, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, when we turn to Exodus chapter 15, അതിന്റെ 25-ാമത്തെ വാക്യത്തില് verse number 25, അവർ മാറ എന്ന സ്ഥലത്തെത്തുകയാണ്. she reached the destination of Mara. അവിടെ ചെന്നപ്പോൾ അവർക്ക് ദാഹിക്കുകയാണ്. When they went there, they are thirsty. അവർക്ക് കുടിക്കുവാൻ വെള്ളം വേണം. They want water to drink now. അവിടെ വെള്ളമുണ്ട്, There is water there, പക്ഷെ ഒരു പ്രശ്നം, but there is a problem. വെള്ളത്തിന് ഭയങ്കരമായ കയ്പ്. Water is bitter in taste. അത് കുടിക്കുവാൻ സാധിച്ചില്ല. Impossible to taste it. ജനമെല്ലാം മോശയോട് പിറുപിറുക്കുവാൻ The തുടങ്ങി. people started to murmur against Moses, പക്ഷെ മോശയുടെ കണ്ണുകൾ തുറന്നു. but the eyes of Mopan uneclipsed. അവൻ നോക്കിയപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. He saw and he saw a sight. മാറയുടെ അടുത്തൊരു വൃക്ഷം നിൽക്കുന്നു. There is a tree near the rock. അതിന്റെ കൊമ്പുകൾ വെട്ടി വെള്ളത്തിലേക്ക് അവൻ ഇട്ടു. He hewed the branches and cast it into the ആ വെള്ളം water. മധുരമുള്ളതായി തീർന്നു. Now the water becomes sweet. ഇസ്രായേൽ മക്കൾ കയ്പുള്ള വെള്ളത്തെയാണ് കണ്ടത്. The children of Israel, they saw the bitter water. മോശ മധുരമാക്കുന്ന വൃക്ഷത്തെയാണ് കണ്ടത്. Moses saw the sweetening tree. ഇന്ന് രാത്രി നീ പ്രശ്നങ്ങളെ കാണുന്നവരാവരുത്. Tonight, don't see the problem. നീ അതിന്റെ പരിഹാരം കാണുന്നവനായിരിക്കണോ. You see the resolution. നിന്റെ അടുക്കൽ നിൽക്കുന്ന മധുരമാക്കുന്ന വൃക്ഷത്തെ കാണുവാൻ നിന്നെ കൊണ്ട് സാധിക്കണം. You should be able to see the sweetening tree near നിന്റെ you. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുവാനിടയായി തീരണം. Your eyes of faith should open. ഒരു ഊറിന്റെ അനുഭവം നിനക്ക് വരേണ്ടിയിരിക്കുന്നു. You should arrive to the experience of Ur. അബ്രഹാം തന്റെ മകനെ ഇസ്ഹാക്കുമായിട്ട് Abraham with the son Isaac. മോറിയ മലയിലേക്ക് കടന്നു പോവുകയാണ്. They trekked the tops of the mount of Moriah. മോറിയ മലയുടെ അടുത്തെത്തിയപ്പോൾ When they reached the peak of the mountain of തങ്ങളുടെ Moriah, മകനായ ഇസ്ഹാക്ക് അബ്രഹാമിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. Isaac is asking a question to Abraham. അപ്പാ, തീയുമുണ്ട് വിറകുമുണ്ട്, Father, here is the fire, here is the wood. യാഗത്തിനുള്ള ആട് എവിടെ അപ്പാ? Where is the animal for sacrifice? അബ്രഹാമിന്റെ കണ്ണുകൾ തുറന്നു. Oh, the eyes of Abraham opened. അബ്രഹാം പറയുകയാണ്, Abraham says, മകനെ, നമുക്കൊരു കുഞ്ഞാടിനെ ദൈവം കരുതിക്കൊള്ളും. Son, God will provide a lamb for us. മകനെ, ദൈവം നമുക്കൊരു കുഞ്ഞാടിനെ കരുതിക്കൊള്ളും. My son, God will provide a lamb for us. തിരുവെടുത്ത് പ്രകാരം പറയുന്നു. Word of God says so. പുറപ്പാട് 22-13 വാക്യം. Exodus 22:30. അബ്രഹാം തലമുക്കി നോക്കിയപ്പോൾ As he lifted his head and watched, പിൻപുറത്തൊരു ആട്ടുകൊറ്റൻ കൊമ്പ് കുരുങ്ങി കിടക്കുകയാണ്. he saw a ram whose horns are blocked. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? What has happened there? അബ്രഹാം ഒരു കുഞ്ഞാടിനെ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. Abraham just decided for a lamb. ദൈവം ഒരു ആട്ടുകൊറ്റനെ കൊടുക്കുകയാണ് ചെയ്തത്. God gave him a ram. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. May the eyes of faith be opened. ഇന്ന് രാത്രി നമുക്ക് അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും. Tonight we can behold miracles. ദൈവ സാന്നിധ്യത്തെ കാണുവാൻ സാധിക്കും. We can see the presence of God. ദൈവത്തിന്റെ കരുതലുകളെ കാണുവാൻ സാധിക്കും. We can see the care of നിങ്ങളുടെ God. ജീവിതം മാറയുടെ അനുഭവത്തിലാണോ? Is your life in a state of Mara? അതിനെ മധുരമാക്കുന്ന ഒരു വൃക്ഷം അടുത്തുണ്ട്. There is a tree nearby able to make it sweet. മാനുഷിക കൈകൾ തളർന്നു പോകുമ്പോൾ When the human hands ഇതാ are weary, ഹാഗാറിന്റെ ഉറവ് നിന്റെ അടുത്തുണ്ട്. the fount of Hagar is near you. നിന്റെ ജീവിത തകർച്ചയിലാണോ? Is your life in a crumbled state? തകർന്ന ഒരു കുഞ്ഞാടുതാ ഇവിടെ ഉണ്ട്. Lo, behold the broken lamb. ഇന്ന് രാത്രി നിന്റെ കണ്ണുകളെ തുറക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. Tonight pray unto the Lord. Oh Lord, open നമ്മുടെ my കണ്ണുകൾ eyes. ദർശനമുള്ള കണ്ണുകളായി തീരണം. Our eyes should have vision. നാളെ എന്താണ് കർത്താവേ സംഭവിക്കാൻ പോകുന്നത്? Lord, what is going to happen in the future? പ്രവാചകനായ യിരെമ്യാവിന്റെ കണ്ണുകൾ The eyes of prophet Jeremiah യെരുശലേമിന് സംഭവിക്കാൻ പോകുന്ന നാശത്തെ കണ്ടു. saw the destruction able to befall to the city of ജനമത് Jerusalem. കാണാതെ പാപത്തിൽ ജീവിക്കുകയാണ്. The people didn't see it because they lingered in sin. യിരെമ്യാവ് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. Jeremiah prays unto God. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം Oh, because of the iniquities of the daughter of my people. രാവും പകലും കരയേണ്ടതിന് Day and night to weep. കർത്താവേ, എന്റെ തലയെ കള്ളവും എന്റെ കണ്ണുനീരെ കണ്ണുനീർ ചാലുകളുമാക്കി തീർക്കണമേ. Lord, to make my head waters and my eyes streams of tears. യെരുശലേമിന് സംഭവിക്കാൻ പോകുന്ന ന്യായവിധി യിരെമ്യാവ് കാണുകയുണ്ടായി. Jeremiah saw the judgment going to be poured upon the streets of Jerusalem. അവയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? What happened in the life?
ഹവ്വ ഫലത്തിന്റെ ആ വൃക്ഷത്തിന്റെ ഫലത്തെ കണ്ടു. Eve saw the fruit of the garden. ആ ഫലത്തിന്റെ ഭംഗിയെ കണ്ടു. He saw the gorgeousness of the fruit. താപിന്റെ വാക്കുകളെ അവൾ കേട്ടു. She hearkened to the words dropping out of the mouth of the serpent. എന്നാൽ ഇതിനപ്പുറത്തുള്ള ന്യായവിധിയെ കാണുവാൻ അവൾക്ക് സാധിച്ചില്ല. But the judgment beyond, she didn't witness it. ദൈവകോപത്തെ കാണുവാൻ സാധിച്ചില്ല. She didn't see the wrath of God. അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശിക്ഷാവിധി കാണുവാൻ സാധിച്ചില്ല. The punishment going to fall in their lives, she didn't see it. ലോത്ത് എന്താണ് കണ്ടത്? What did Lot see? അവൻ നീരോട്ടമുള്ള ദേശം കണ്ടു. He saw a bright land. ഫലപുഷ്ടിയുള്ള സ്ഥലം കണ്ടു. He saw flourishing land. എന്നാൽ ആകാശത്ത് തീയിറങ്ങുന്നവന് കാണുവാൻ സാധിച്ചില്ല. But he failed to see fire poured from sky. യൂദ എന്താണ് കണ്ടത്? യൂദ എന്താണ് What did കണ്ടത്? Judah see? അവൻ 30 വെള്ളിക്കാശ് കണ്ടു. He saw 30 pieces of silver. എന്നാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന ശിക്ഷാവിധി അവൻ കണ്ടില്ല. But he didn't see the impending judgment. പ്രിയ മക്കളെ, Dear people of God, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ട കണ്ണുകളായി our തീരട്ടെ. eyes should be open to us. ഓ, നാളെ എന്ത് സംഭവിക്കും? What will happen tomorrow? ഓ, നമുക്ക് ദൈവത്തോട് Let പ്രാർത്ഥിക്കാം. us pray unto God. കർത്താവേ, കാൽവരിയുടെ ദർശനം എനിക്ക് തരണമേ Oh കർത്താവേ. Lord, give me the vision of Calvary. എന്റെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. Open my eyes, Lord. ആ കണ്ണുകളെ തുറക്കുമ്പോൾ When the eyes are open, തിരുവെടുത്ത് പറയുകയാണ്, the word of God says, ഭാവികാലം ഓർത്തവൾ പുഞ്ചിരിയിടുന്നുവെന്നാണ് വായിക്കുന്നത്. she is smiling, thinking of the days of future. നമുക്ക് നാളെയെ കുറിച്ച് ഓർത്ത് പുഞ്ചിരിയിടുവാൻ സാധിക്കട്ടെ. Let us think about our future and smile. ഇന്ന് ലോകത്തിൽ എത്രയോ കോടാനുകോടി മനുഷ്യര് Millions of people breathe in the world ഈ today, ദൈവിക ദർശനമില്ലാത്തവരായി losing the divine vision. അവർ ഇരുട്ടിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. They stagger and stumble in darkness. അവർ എവിടേക്ക് പോകുന്നു എന്ന് പോലും അറിയുന്നില്ല. They've got no clue where they head. ഒരു ഭാഗത്ത് ജനം ദ്രവ്യാഗ്രഹികളായി ജീവിക്കുന്നു. One side the people are being corrupt. ഈ ലോകത്തിൽ ഒരു ഭാഗം അശുദ്ധരായി ജീവിക്കുന്നു. They are living a defiled life in the world. മറ്റൊരു ഭാഗം ദൈവമില്ല എന്ന് പറഞ്ഞ് യുക്തിവാദികളായി ജീവിക്കുന്നു. One band are atheists and rationalists, saying that there is no ചില God. സ്വന്തം ബുദ്ധിയിലും ശാസ്ത്രത്തിലും ആശ്രയിക്കുന്നു. Some lean in science and their own wisdom. ലൗകിക ജീവിതത്തിന്റെ സുഖത്തിലും ആസക്തിയിലും ആശ്രയിക്കുന്നു. They enjoy the pleasures and the affections of the worldly ശാസ്ത്രത്തിലും life. സാങ്കേതിക വിദ്യയിലും ആശ്രയിക്കുന്നു. They lean on science and technology. പ്രശസ്തിയിലും സോഷ്യൽ മീഡിയയിലും ആശ്രയിക്കുന്നു. They depend on fame and social media. ദൈവഭയമില്ലാത്തൊരു തലമുറ വളർന്നു വരികയാണ്. A generation without the fear of God is rising ഈ today. തലമുറയുടെ നടുവിൽ In the midst of this generation, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പ്രകാരം തിരുവായി our പറഞ്ഞു, Lord Jesus Christ said so. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. I am the light of the world. എന്നെ അനുഗമിക്കുന്നവൻ He who accompanies me, ഇരുട്ടിൽ നടക്കാതെ he will not walk in darkness. ജീവന്റെ വെളിച്ചമുള്ളവരായി തീരും. He shall become the fullness of the light ഇന്ന് of രാത്രി life. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Tonight let's pray into God. കർത്താവേ, ജീവന്റെ വെളിച്ചമുള്ളവനായി ജീവിക്കാൻ എന്നെ സഹായിക്കണം. Oh Lord, help me to walk in the light of life. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് കർത്താവ് ലോകത്തിലേക്ക് വന്നു. 2000 years back, Christ came to the world. ക്രിസ്തുവിന് 680 വർഷങ്ങൾക്കപ്പുറത്ത് 650 years later, പ്രവാചകൻ യെശയ്യാവ് ഇപ്രകാരം പ്രവചിച്ചു, before prophet Isaiah said so, കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും to open blind eyes, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാനും to set free the prisoners, തടവുകാർക്ക് സ്വാതന്ത്ര്യം to കൊടുക്കുവാനും set free the captives. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. Lord Jesus Christ came to the world. യേശു അനേകരുടെ കണ്ണുകളെ തുറക്കുകയുണ്ടായി. Jesus opened the eyes of many. വിശുദ്ധ പൗലോസ് പ്രകാരം പറയുകയാണ്, Apostle Paul says so. യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജസ്സ് The glory of Lord Jesus Christ's face, അവൻ നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയാണ്. He is enlightening our faith. ക്രിസ്തു ലോകത്തിൽ ജനിച്ചു വീഴുമ്പോൾ When Jesus was born in the world, പ്രവാചകൻ യെശയ്യാവ് ആത്മാവിൽ കണ്ടു. prophet Isaiah saw it in the spirit. യെശയ്യാവ് ഇപ്രകാരം പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചു, Isaiah wrote in the scrolls of prophecy. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കാണുകയുണ്ടായി. People in darkness saw a great light. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. Let that light cascade to our heart. എല്ലാവിധ ഇരുട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടട്ടെ. Let every darkness be mopped away from our heart. അമേരിക്കയിലെ ഫിലഡൽഫിയ എന്ന് പറയുന്ന പട്ടണം In the city of Philadelphia in America, ഒരു കാലത്ത് ഇരുട്ടിന്റെ പട്ടണം എന്നാണ് അത് in the അറിയപ്പെട്ടിരുന്നത്. past it was known as a city of darkness. അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. There was no electricity there. സന്ധ്യാകുമ്പോൾ പട്ടണം മുഴുവൻ ഇരുട്ടുകൊണ്ട് മൂടുമായിരുന്നു. In the dusk, the whole city will be hovered by darkness. പട്ടണത്തിൽ സകലവിധമായ അതിക്രമങ്ങൾ, All sort of mischief in the city. കൊള്ളയും കൊള്ളിവയ്പും, There was lots sort of murder and intoxication, കൊലപാതകവും ദുർനടപ്പും, murder and erroneous ways, സകല അശുദ്ധിയും ഫിലഡൽഫിയ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. fornication and all sort of mischief thrived in the city. രാത്രിയാകുമ്പോൾ ഇരുട്ട് മൂടുകയാണ്. Night takes place and darkness takes hold. ആ പട്ടണത്തിൽ ഒരു ഭക്തൻ ജീവിച്ചിരുന്നു. There was a godly man in the city. തന്റെ പേര് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നായിരുന്നു. His name is Benjamin Franklin. ഈ അവസ്ഥ കണ്ടിട്ട് ദൈവത്തോട് അവർ കരഞ്ഞു, He saw the situation and he cried unto കർത്താവേ, God, ഈ പട്ടണത്തിന്റെ അവസ്ഥ മാറ്റണമേ. Oh Lord, amend the state of
the city. ഈ പട്ടണത്തിന്റെ ഇരുട്ടിനെ മാറ്റണമേ കർത്താവേ. Change the darkness of the city, Lord. ദൈവം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനോട് പറഞ്ഞു, God told him to Benjamin Franklin, നീ ഒരു വിളക്ക് കത്തിച്ചു വെക്കുക. you light a lamp. അവൻ ഒരു വിളക്ക് അവിടെ കത്തിച്ചു He വെച്ചു. lit a lamp. അതായിരുന്നു ഫിലഡൽഫിയ പട്ടണത്തിലെ ആദ്യത്തെ വെളിച്ചം. That was the first source of light in the land of അതോടെ Philadelphia. പട്ടണത്തിലുള്ള എല്ലാവരും വിളക്ക് കത്തിക്കുവാൻ തുടങ്ങി. All the people joined hands and they ആ lit the പട്ടണം മുഴുവൻ lamps. വെളിച്ചം കൊണ്ട് നിറഞ്ഞു. Whole city illuminating അത് now. പ്രകാശത്തിന്റെ നഗരമായി മാറ്റപ്പെട്ടു. That got converted as a city of light. രാത്രിയിലെ പാപം അവിടെ വിട്ടുപോയി. The sin of darkness bit farewell. കൊള്ളയും കൊള്ളിവെപ്പും ഫിലഡൽഫിയ പട്ടണത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. Looting and plunder bit adieu. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. Tonight the Spirit of God is talking to ഒരു you. വിളക്ക് കൊളുത്തുവാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? Are you able to light a single lamp? ഇരുട്ടിലിരിക്കുന്നവർക്ക് ഒരു വിളക്ക് കൊളുത്തുവാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? Are you able to light a single lamp for those in darkness? ജനകോടികൾ ഇരുട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ When millions walk in darkness, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ പോലെ like Benjamin Franklin, ദൈവവചനത്തിന്റെ ഒരു വിളക്ക് കൊളുത്തുവാൻ നിന്നെ കൊണ്ട് സാധിക്കട്ടെ. are you able to light the lamp of the Word of God? ക്രിസ്തുവിന്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നിന്നെ കൊണ്ട് സാധിക്കട്ടെ. Are you able to transfer the light of the Word of God to others? ഓ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടട്ടെ. May the light of our hearts be enlightened. ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ Today, when the eyes of our understanding is enlightened, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടാകാം. we will have a purpose in our Christian വിശുദ്ധ life. പൗലോസ് അതാണ് പറയുന്നത്. What does Saint Paul say? എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ Ephesians chapter 17, 1, 18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ verses 17 and 18. അവിടെ വിശുദ്ധ പൗലോസ് പറയുകയാണ്, Saint Paul says, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടിട്ട് the eyes of your understanding be അവന്റെ enlightened, വിളിയാനുള്ള ആശ ഇന്നതെന്നും knowing the hope of his calling, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും and knowing the riches of the glory of the inheritance in the saints, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും what is the exceeding greatness of his power towards us who believe according to the working of his mighty power, നിങ്ങൾക്കറിയുവാൻ സാധിക്കും. you can know it. നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കുമ്പോൾ When your eyes of understanding is ദൈവം enlightened, എന്തിനായിട്ട് എന്നെ വിളിച്ചു, you will know what for did God call me, എന്റെ അവകാശത്തിന്റെ മഹത്വം എന്താണ്, what is the greatness of my inheritance, എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പം എന്താണ്. what is the magnitude of the power that works in me. പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവർക്ക് പോലും ഇതിനെക്കുറിച്ച് അറിവില്ല. Today even the Pentecostal people are least knowledge about this. എന്തിനു വേണ്ടി വിളിച്ചു എന്ന് They അവർക്കറിയത്തില്ല. don't know why they're called. വിളിച്ചെന്ന് പോലും അവർക്കറിയത്തില്ല. You don't even know that they are നമ്മുടെ called. ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ When the eyes of our heart is ദൈവം enlightened, നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകും. we will know the objective behind God calling നമുക്ക് us. സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന അവകാശത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. We can know the greatness of the inheritance prepared for us beyond the നമ്മൾ blue. വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാകും. We can know the greatness of the power that works in അങ്ങനെ നമ്മൾ us. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരും. And then from darkness we will soar to wonderful light. സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിങ്കിൽ നിന്ന് നമ്മൾ വെള്ളം കോരി കുടിക്കും. With joy we will draw water from the fountain of life and നമ്മുടെ drink. ജീവിതത്തിൽ സമാധാനമുണ്ടാകും. Peace will be born in our lives. എല്ലാ കലക്കങ്ങളും നമ്മളെ വിട്ടുപോകും. Turmoil will roll away. മുന്നോട്ട് ഓടുവാനുള്ള ധൈര്യം നമുക്ക് ജീവിതത്തിൽ We ലഭിക്കും. will give in the courage to run ahead. നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരും. Life will be meaningful. ഒരു ശക്തിക്കും നമ്മെ തകർക്കുവാൻ സാധിക്കത്തില്ല. No power will destroy ഏതെല്ലാം us. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും Even though bogies of challenges may come in our lives, നമ്മൾ യേശുവിനോട് ചേർന്ന് ജീവിക്കാം. we can live with our Jesus. കാരണം ഒരു കാലത്ത് ഞാൻ ഇരുട്ടിലായിരുന്നു. In the time as I was in darkness, എന്റെ Lord, കർത്താവിന്റെ കണ്ണുകളെ but പ്രകാശിപ്പിച്ചു. my Lord opened my എന്നെ eyes. അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. He fetched me to the marvelous എന്റെ light. ദൈവത്തെ കാണുവാൻ എന്നെ സഹായിച്ചു. He helped me to behold my എന്റെ God. ദൈവത്തിന്റെ കരുതൽ കാണുവാൻ എന്നെ He സഹായിച്ചു. helped me to see His care. ദൈവത്തിന്റെ സംരക്ഷണ കാണുവാൻ എന്നെ He സഹായിച്ചു. helped me to see His providing. ദൈവത്തിന്റെ സൈന്യത്തെ കാണുവാൻ എന്നെ He സഹായിച്ചു. helped me to see the army of ദൈവത്തിന്റെ God, ദൂതന്മാരെ കാണുവാൻ എന്നെ to സഹായിച്ചു. behold the angels of ദൈവം God. എന്തിനായി വിളിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി. I knew what for did God call me. എന്റെ അവകാശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. I now knowledge about my എന്നിൽ inheritance. വ്യാപരിക്കുന്ന ശക്തിയുടെ മഹത്വം എനിക്ക് I മനസ്സിലായി. know the greatness of the power that works in ഈ me. കർത്താവിനെ വിട്ട് ഒരിക്കലും ഞാൻ പോകത്തില്ല. No more will I leave my God and go. വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. There is a beautiful English song. I have decided to follow Jesus. I have decided to follow Jesus. ആ പാട്ട് മനോഹരമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. In Malayalam, that's gorgeously translated. യേശുവിൻ പിൻപേ പോകുന്നതാ ഞാൻ. Behold, I follow my ഈ Jesus. പാട്ട് എഴുതിയത് The song was written സാധു സിംഗ് എന്ന് പറയുന്ന ഒരു ഭക്തനാണ്. by a godly man named Sadhu Singh. സാധു സുന്ദർ സിംഗ് അല്ല, സാധു സിംഗ് എന്ന് പറയുന്ന ക്രിസ്തീയ ഭക്തൻ. Not Sadhu Sunder Singh, Sadhu Singh, a godly ഈ Christian. പാട്ട് എഴുതുവാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. There is a backdrop of the writing of the ഏതാണ്ട് song. 180 വർഷങ്ങൾക്ക് മുമ്പ് Approximately 150 years back, ഇംഗ്ലണ്ടിലെ വെയിൽസിൽ ഭയങ്കരമായ ഒരു ഉണർവുണ്ടായി. in Wales and England, a great revival broke out. ആ ഉണർവ്
ഗോത്രം അമേരിക്കയിലേക്ക് കടന്നു വന്നു. That revival spread to America. അമേരിക്കയിൽ നിന്ന് അനേകം മിഷണറിമാർ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് കടന്നു വന്നു. A lot of missionaries from America came to the northeastern part of India. എന്താണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത? What's the speciality of the northeastern ഇവിടെ region? പ്രാകൃതരായ ചില ഗോത്രവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു. There are barbaric tribal people there. ദൈവത്തെക്കുറിച്ച് അറിയാത്തവർ, No knowledge about God. പ്രാകൃതമായ ദുരാചാരങ്ങളിൽ അന്ധവിശ്വാസങ്ങളിൽ ജീവിക്കുന്നവർ, Barbaric superstitions and vain conservations. മിഷണറിമാർ അവിടെ കടന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. Missionaries came there, preached about Jesus. അങ്ങനെ ആസാമിൽ ഒരു കൂട്ടം മിഷണറിമാർ കടന്നുപോയി. A group of missionaries came to Assam. അവിടെ ഗാരോ എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ട്. There was a tribe named Garo. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, Very primitive people they were. അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്നവര്, Lived in superstition. മരണത്തെ ആരാധിക്കുന്നവര്, Worshipping death. മഴയെ ആരാധിക്കുന്നവര്, Worshipping rain. രോഗത്തെ ആരാധിക്കുന്നവര്, Worshipping sickness. വിളക്കിനെ ആരാധിക്കുന്നവര്, Worshipping candle. ദുർമന്ത്രവാദികള്, Enchanters. ഏതൊരു പൈശാചിക ആരാധനയുടെ ഗ്രൂപ്പിൽപ്പെട്ടവര്, People who belong to satanic worship. ഇവിടെ അനേകം മിഷണറിമാർ വന്ന് സുവിശേഷം അറിയിച്ചു. Lot of missionaries came there and gospelized. പക്ഷെ അവരെ ആരെയും മാനസാന്തരപ്പെടുത്തുവാൻ സാധിച്ചത്. But none of them were successfully repented. എന്നാൽ യാദൃച്ഛികമായിട്ട് But unwittingly, ഒരു ക്രിസ്തീയ മിഷണറി a Christian ഈ missionary ഗാരോ ട്രൈബിന്റെ ഇടയിൽ കടന്നു ചെന്നിട്ട് came to the Garo clan ഒരു കുടുംബത്തോട് and with the family, കർത്താവ് യേശുവിന്റെ കാൽവറിയെ കുറിച്ച് പ്രസംഗിച്ചു. he preached about Calvary of Lord Jesus. കാൽവറിയിൽ യേശു അനുഭവിച്ച ത്യാഗത്തെ കുറിച്ച് പ്രസംഗിച്ചു. The sufferings of Jesus on the cross of ആ Calvary. ക്രൂശുമരണത്തിലൂടെ ലഭിക്കുന്ന നന്മകളെ കുറിച്ച് പ്രസംഗിച്ചു. The blessings that are reaped out of the crucifixion. കർത്താവ് അവന്റെ കണ്ണുകളെ തുറന്നു. God opened their eyes. ഒരു ഊറിന്റെ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. They came to the experience of അവന്റെ Ur. ഹൃദയദൃഷ്ടി His പ്രകാശിച്ചു. eyes of understanding enlightened. ആ ഗാരോ ട്രൈബിലെ ഗോത്രവർഗ്ഗക്കാരൻ The chieftain of the tribe of Garo, കർത്താവ് യേശുവിന് ഹൃദയം കൊടുത്തു. he gave his heart to Lord Jesus. അവൻ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തു. He took the word of അവൻ God. ദൈവവൈതലായി ജീവിക്കുവാൻ തീരുമാനിച്ചു. He made a vow to live as a child of അവന് God. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. He had a wife and 2 kids. അവർ കുടുംബമായി കർത്താവ് യേശുവിനെ കൈക്കൊണ്ടു. As a family, they accepted Jesus. അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാനും തുടങ്ങി. Gleefully, they started praising and worshiping പക്ഷേ God. ഗാരോ ട്രൈബിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായി. Now problems shoot in the Garo അതൊരു clan. കലക്കമായിട്ട് മാറ്റപ്പെടുവാനിടയെത്തി. That became a turbulence. ഒടുവിൽ അവരുടെ ആ ഗോത്രത്തിന്റെ തലവൻ Finally, the head of the ആ tribe, ട്രൈബിന്റെ ഒരു ജനസദസ്സ് കൂട്ടിവരുത്തി. and he brought forth a council. അതിന്റെ നടുവിൽ ഈ കുടുംബത്തെ വിളിച്ചു വരുത്തി. In the midst of it, this family was summoned. അവരെ വിചാരണ ചെയ്യുവാൻ തീരുമാനിച്ചു. They were started to be interrogated. അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഗോത്രത്തലവൻ ചോദിച്ചു. It was quizzed, what is the foundation of your faith? കർത്താവ് യേശുവിനെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. He preached about Lord Jesus, യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച്, the love of Jesus, യേശുവിന്റെ സഹനത്തെ കുറിച്ച്, the suffering of Jesus, ക്രൂസിലൂടെയുള്ള രക്ഷയെ കുറിച്ച്. the salvation through the cross. പക്ഷേ ഇതൊന്നും അവിടെ കണ്ണുകളെ തുറന്നില്ല. But these didn't open their eyes. അവസാനം ഗോത്രത്തിന്റെ തലവൻ പറഞ്ഞു, Finally, the head of the clan വിശ്വാസം said, ത്യജിക്കുന്നു അതോ മരിക്കാൻ തയ്യാറായിക്കൊള്ളണം. you should reject your faith or else you should die. അവർ പറഞ്ഞു, വിശ്വാസം ഞാൻ ത്യജിക്കത്തില്ല. They said, no question of rejecting the faith. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ 2 innocent kids. അമ്പെയ്ത് കൊല്ലുവാൻ ഗോത്രത്തലവൻ കൽപ്പന പുറപ്പെടുവിച്ചു. The head of the clan is ordering to shoot them with a bow. 2 കുഞ്ഞുങ്ങളെ അമ്പെയ്ത് കൊന്നു. 2 kids arrowed to death. അതിനുശേഷം ഗോത്രത്തലവൻ പറഞ്ഞു, Thereafter the chieftain നിന്റെ said, ഭാര്യ അമ്പെയ്ത് കൊല്ലാൻ പോവുകയാണ്. now I'm going to kill your wife. നിനക്ക് വിശ്വാസം വേണോ അതോ വിശ്വാസം ത്യജിക്കണം? You want faith or are you going to reject faith? അവൻ പറഞ്ഞു, എല്ലാവരും എന്നെ തള്ളിയാൽ He said, no matter, all may reject me. ഞാൻ എന്റെ യേശുവിന്റെ പിന്നാലെ തന്നെ പോകും. I will only follow my Jesus. തന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് തന്റെ മുമ്പിൽ വെച്ച് ഭാര്യ അമ്പെയ്ത് കൊന്നു കളഞ്ഞു. Before his eyes, his wife was bowed and killed. അവസാനമായിട്ട് അവനോട് ചോദിച്ചു, Final question. ഇനി നീ എന്ത് പറയുന്നു? Now what do you say? ഇനി നിനക്ക് ഈ ക്രിസ്തീയ വിശ്വാസം ത്യജിക്കാൻ തയ്യാറുണ്ടോ? Still, are you prepared to give up your Christian faith? അവർ ഇപ്രകാരം പറഞ്ഞു, He answered, ലോകം എന്റെ പിൻപേ ക്രൂശന്റെ മുൻപേ, the world behind me, the cross before me. ഇല്ല, ഞാൻ ഒരിക്കലും യേശുവിനെ വിട്ടു പോകത്തില്ല. No, I will never leave my യേശുവിന്റെ Jesus. പിന്നാലെ തന്നെ കടന്നു പോകും. I will follow my Jesus. അവനെ അമ്പെയ്ത് കൊല്ലുവാൻ പറഞ്ഞു. Even he was ordered to be bowed. കുടുംബത്തെ മുഴുവൻ അമ്പെയ്ത് The കൊന്നു. whole army was shot down. പക്ഷേ ആ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ After the death, ഈ ഗോത്രത്തലവന്റെ ഹൃദയത്തിൽ വലിയൊരു കലക്കമുണ്ടായി. great trouble in the heart of the ഒരു chieftain. ചോദ്യം ഹൃദയത്തിൽ ഉയർന്നു. A question sprouted within. എന്തുകൊണ്ടാണ് Why? ആ തന്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും Those 2 innocent തന്റെ kids, ഭാര്യ അമ്പെയ്ത് കൊണ്ടിട്ടും even his wife was shot, താൻ മരിക്കുമെന്നുണ്ടായിട്ടും even when he was about to അവർ die, യേശുവിനെ പിൻഗമിക്കുവാൻ തീരുമാനിച്ചു. he made up his mind to follow എങ്കിൽ Jesus. അതൊരു പരമമായ സത്യമാണല്ലോ. That's a reality.
അവൻ ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. He made up his mind. ഞാനും കർത്താവ് യേശുവിനെ പിൻഗമിക്കും. I too will follow my Jesus. ആ ഗോത്രത്തിലുള്ള കർത്താവ് യേശുവിന് ഹൃദയം കൊടുത്തു. That chieftain gave his heart to Jesus. ആ ഗോത്രത്തിലുള്ള കർത്താവ് യേശുവിന് ഹൃദയം കൊടുത്തപ്പോൾ Once the chieftain gave his heart to Jesus, ഗാരോ ട്രൈബിലുള്ള ഓരോരുത്തരും അടുത്ത് വന്നു. every man of the tribe, ഞങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നു. they said, we accept Jesus. ആ ഗോത്രം മുഴുവനും കർത്താവിനെ പിൻഗമിച്ചു. The whole tribe followed Jesus. ഇന്നും ആ ട്രൈബിലുള്ളവർ ക്രിസ്ത്യാനികളായി ജീവിക്കുക. Even today the members of the tribe are Christians. പിന്നീട് അവിടെ സാധു സിംഗ് എന്ന് പറയുന്ന ഒരു ഭക്തൻ കടന്നു വന്നു. Later a man of God named Sadhu Singh came അന്ന് ഈ there. മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞു. The words of that man and the incident, he heard about it. അവന് സന്തോഷമടക്കുവാൻ കഴിഞ്ഞില്ല. He wasn't able to contain his joy. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പാട്ട് കൊടുത്തു. The Spirit of God sung a line in his heart. സ്നേഹിതരെല്ലാം തള്ളിയെന്നാൽ Even though the friends disobey me, ഞാൻ പിന്മാറില്ല. I will not retract, I will not turn back. ലോകത്തിന്റെ പിൻപേ ക്രൂശന്റെ പിൻപേ The world behind me, the cross before me. ഞാൻ പിന്മാറില്ല. No turning back, no turning back. മനോഹരമായ പാട്ട് സാധു സിംഗ് എഴുതി. Beautiful lines Sadhu Singh wrote. ഇന്നും കോടാനുകോടി മനുഷ്യർ ഇത് പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. Today millions of people sing and worship the Lord. ഇന്ന് രാത്രി നമുക്കൊരു സമർപ്പണം ഉണ്ടാകട്ടെ. Tonight let's also have a yielding. കർത്താവേ, ഞാൻ യേശുവിനെ പിൻഗമിക്കും. Oh Lord, I will follow Jesus. എന്തെല്ലാ പ്രതികൂലങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായി, No matter what be the adversity in my എനിക്ക് life, ലോകത്തിലെല്ലാം നഷ്ടപ്പെട്ടാൽ, even though I lose everything in this world, ഞാൻ യേശുവിന്റെ പിന്നാലെ കടന്നു വരും കർത്താവേ. yet will I follow my Jesus. ഇന്ന് രാത്രി സമർപ്പണത്തോടെ നമുക്ക് ആ രണ്ടുപേരി പാട്ടൊന്ന് പാടാം. With a sense of surrenderance, let's sing those എല്ലാ lines. ദൈവമക്കളും മുഴങ്കാലിരുന്നാട്ടെ. All the people of God on the ഒരു നിമിഷം നമ്മുടെ knees. ഹൃദയങ്ങളെ സമർപ്പിച്ചാട്ടെ. One moment, give your heart. നമുക്കും ചേർന്ന് പാടാം. Let's also sing together. കർത്താവേ, ഞാൻ നിന്റെ പിന്നാലെ കടന്നു വരുന്നു. Oh Lord, I'm following ക്രൂശൻ you. ചുമന്നുകൊണ്ട് നിന്റെ പിന്നാലെ ഞാനും വരുന്നു കർത്താവേ. Bearing the cross, I too am coming, Lord. യേശുവിൻ പിൻപേ പോകും നീതാ ഞാൻ. യേശുവിൻ പോകും നീതാ ഞാൻ. യേശുവിൻ പിൻപേ പോകും നീതാ ഞാൻ. പിന്മാറാതെ സമർപ്പണത്തോടെ പാടി. പിന്മാറാതെ ഞാൻ മാറാതെ. ലോകമെൻ പിൻപേ ക്രൂശിന്റെ മുൻപേ. ലോകമെൻ പിൻപേ ക്രൂശിന്റെ മുൻപേ. ലോകമെൻ പിൻപേ ക്രൂശിന്റെ മുൻപേ. പിന്നോക്കാതെ ഞാൻ നോക്കാതെ. പിന്നോക്കാതെ ഞാൻ നോക്കാതെ. യേശുവിൻ പിൻപേ പോകും നീതാ ഞാൻ. യേശുവിൻ പിൻപേ പോകും നീതാ ഞാൻ. യേശുവിൻ പിൻപേ പോകും നീതാ ഞാൻ. പിന്മാറാതെ ഞാൻ മാറാതെ. പിന്മാറാതെ ഞാൻ മാറാതെ. സ്നേഹിതരെ തള്ളിയെന്നാലും, സ്നേഹിതരെന്നെ തള്ളിയെന്നാലും, സ്നേഹിതരെന്നെ തള്ളിയെന്നാലും പിന്മാറില്ല, ഞാൻ മാറില്ല. പിന്മാറില്ല, ഞാൻ മാറില്ല. യേശുവിൻ പിൻപേ പോകും നീതാ ഞാൻ. യേശുവിൻ പിൻപേ പോകും നീതാ ഞാൻ. യേശുവിൻ പിൻപേ പോകും നീതാ ഞാൻ. പിന്മാറാതെ ഞാൻ മാറാതെ. പിന്മാറാതെ ഞാൻ മാറാതെ. നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാം. Let us take a decision in our lives. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്നെ വേർപെടുത്തുവാൻ ആർക്കും Oh സാധിക്കത്തില്ല. Lord, no one can separate me from your ആ love. ഗാരോ ട്രൈബ് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ Once the Garo tribe came into അവിടെ Jesus, അന്ധവിശ്വാസത്തിന്റെ അടിമത്തിൽ നിന്ന് കർത്താവരെ the വിടുവിച്ചു. Lord liberated them from the bondage അവരുടെ of the ഭയം superstition. അവരെ വിട്ടുപോയി. Their fear departed them. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കട്ടെ എന്നറിയിച്ചത് ദൈവം God who said, let light come out of darkness, നിരാത്ത നിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. tonight He's going to brighten your ആകയാൽ heart. ഊരിൽ നിന്ന് നമ്മൾ
നമ്മുടെ യാത്ര ആരംഭിക്കും. Therefore, our journey starts from Ur. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടട്ടെ. May the eyes of our understanding be enlightened. അബ്രഹാമിന്റെ ജീവിതയാത്രയിൽ രണ്ടാമത് അവൻ കടന്നുപോയത്, Secondly, he went in his life journey, Abraham. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ Book of Genesis chapter 11. 31-32 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, When we turn to verses 31 and 32, ഹാരാനിലേക്ക് കടന്നു പോകുന്നു. they came to Haran. വായിച്ചാട്ടെ. Let's go through. തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്നു അവിടെ പാർത്തു. അടുത്തതും കൂടെ വായിച്ചാട്ടെ. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരം ആയിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. നോക്കുക, അവൻ രണ്ടാമത് ഊരിൽ നിന്ന് ഹാരാനിലെത്തുകയാണ്. Secondly, from Ur they are reaching Haran. അവൻ ഹാരാനിലെത്തുമ്പോൾ Once they come to Haran, അവിടെ വെച്ച് രണ്ട് സംഭവങ്ങൾ നടക്കുന്നു. 2 incidents take place there. ഒന്ന്, തന്റെ പിതാവായ തേരഹ് മരിച്ചു. First of all, his father Terah dies. ഉത്തരവാദിത്വം മുഴുവൻ അബ്രഹാമിന്റെ ചുമലിലായി. The whole baggage of responsibility now we Abraham. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, When we turn to book of Genesis chapter 12, the first ദൈവം verse, ഹാരാനിൽ വെച്ച് വീണ്ടും അബ്രഹാമിനോട് സംസാരിക്കുന്നു. once again in Haran God is speaking to Abraham. അവന് ഊരിൽ വെച്ച് സംസാരിച്ചതുപോലെ The സംസാരിക്കുകയാണ്. conversation in Ur just like that is repeated here. നീ നിന്റെ ദേശക്കാരെയും Your land, നിന്റെ ചാർച്ചക്കാരെയും your kindred, നിന്റെ പിതൃഭവനത്തെയും വിട്ട് your father's house, leave it ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകുക. and go to the land that I will show you. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. I will make you a great നിന്നെ nation. അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. I will bless you and make your name നീ great. ഒരു അനുഗ്രഹമായിരിക്കും. You shall be a blessing. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. I will bless them that bless thee. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. I will curse them that curse നീ thee. മുഖാന്തര ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കും. In thee shall all the families of the earth be അബ്രഹാമിന്റെ blessed. ജീവിതയാത്രയുടെ രണ്ടാമത്തെ ഘട്ടം. The second phase of the journey of life of ഇവിടെ Abraham. എന്താണ് സംഭവിച്ചത്? What happens here? ഇതുവരെ അബ്രഹാമിന് ധൈര്യം ഉണ്ടായിരുന്നു. So far Abraham was എന്ത് bold. പ്രതിസന്ധി വന്നാലും Whatever be the എന്റെ adversity, പിതാവായ തേരഹ് എന്നോട് കൂടെയുണ്ട്. my father Terah is with me. എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. I have a peace. എന്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. My father was with me. ഇവിടെ എന്താണ് സംഭവിച്ചത്? Alas, now what happens? തേരഹ് തന്നെ വിട്ടുപോയി. Terah is bidding farewell. അബ്രഹാം ഏകനായി തിരികെയാണ്. Abraham all alone. വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവമുണ്ട്. Such a situation is there in your faith ദൈവം life. നമ്മളെ ഒറ്റയ്ക്ക് നടത്തുന്ന സന്ദർഭങ്ങൾ. God will lead us to a solitary നമ്മളെ path. സ്നേഹിച്ചവരെല്ലാം നമ്മെ വിട്ടുപോകും. Our friends will leave us. ഒരുപക്ഷെ അത് നിന്റെ Might മാതാപിതാക്കളായിരിക്കും. be your parents. ഒരുപക്ഷെ നിന്നെ സ്നേഹിച്ച Might be വിശുദ്ധന്മാരായിരിക്കും. the saints who love to you. ഒരുപക്ഷെ നിന്റെ അയൽവാസികളായിരിക്കും. Perhaps your നിന്റെ neighbors, ഭാര്യയായിരിക്കാം, നിന്റെ your ഭർത്താവായിരിക്കും, wife or your husband നിന്നെ maybe. കരുതുമെന്ന് കരുതി നിന്റെ മക്കളായിരിക്കും. Even your children. ഇവരൊക്കെ നിന്നെ വിട്ടുപോയെന്നിരിക്കാം. They shall all leave you. പക്ഷെ കർത്താവ് നിന്നോട് പറയുന്നു, But God tells you, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. I will bless നീ you. വിട്ടു പുറപ്പെട്ടു പോകുക. You set out and നീ go. നിരാശപ്പെട്ട് അധൈര്യപ്പെട്ട് നിൽക്കരുത്. You don't be disappointed or പാട്ടുകാരൻ discouraged. ഇപ്രകാരം പാടി, And he sung so. ലോകത്തിന്റെ താങ്ങുകൾ നീങ്ങിപ്പോയാൽ Even though the support of the world may go നീ away, ഖേദിക്കണ്ട. you don't be disappointed. മരുഭൂമിയിൽ ചാരുവാൻ പ്രിയതമന്റെ മാർവിടം നിനക്കില്ലയോ? You have got the shoulders of the beloved to lean into the ലോകത്തിൽ wilderness. താങ്ങുകളായി ജീവിച്ചവർ നിന്നെ വിട്ടുപോയേക്കാം. The support system of the world, they might leave you. ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ. You might be in a comfortless ഒരു state. വാക്കാലോചന ചോദിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ. Nobody to seek advice to. ഏകനായി കർത്താവ് നിന്നെ നടത്തും. All alone God might lead you. അവിടെയാണ് നിന്റെ വിശ്വാസ ജീവിതം ആരംഭിക്കേണ്ടിയിരിക്കുന്നത്. There the faith life begins. ഇത് എവിടെ വെച്ചാണ് സംഭവിക്കുന്നത്? Where does it happen? ഹാരാനിൽ വെച്ചാണ് In സംഭവിക്കുന്നത്. Haran it happens. ഹാരാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്, Pick the meaning of the term Haran. ഹാർ എന്ന് വെച്ചാൽ പർവ്വതം എന്നാണ് അർത്ഥം. Har means mountain. ഹാരാൻ എന്ന് പറയുമ്പോൾ Haran means പർവ്വത പ്രദേശം എന്നാണ്. entering the mountain. പർവ്വതങ്ങളിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. The mountain this takes place. ഇവിടെ എന്താണ് നമുക്ക് ആത്മീയമായി പഠിക്കുവാൻ സാധിക്കുന്നത്? Spiritually, what can we learn here? അബ്രഹാമിന് തേരഹ് നഷ്ടപ്പെട്ടു പോയി. Abraham lost Terah. ഇനി അവന് ഹാരാൻ മാത്രമേ ഉള്ളൂ. Now he has got just അവിടെയാണ് Haran. 121 സങ്കീർത്തനം 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. Therefore, in Psalm 121, the first verse, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. I will lift my eyes unto the എനിക്ക് mountains. സഹായം എവിടെ നിന്ന് വരും? From where will my help come? ആകാശഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. From Jehovah, the maker of heaven and നിന്റെ കാൽ earth. വഴുതുവാൻ അവൻ നിന്നെ സമ്മതിക്കത്തില്ല. He shall not allow your feet to slip. ഇന്ന് രാത്രി ഒരു യാഥാർത്ഥ്യം നീ മനസ്സിലാക്കിക്കും. Tonight, know our reality. ലോകത്തിൽ സകല മനുഷ്യർ നിന്നെ കൈവിട്ടേക്കാം. All the people in the globe might leave നിന്നെ you. സ്നേഹിക്കുന്നവരൊക്കെ നിന്നെ വിട്ടുപോയെന്ന് The വന്നേക്കാം. ones who love you might disown you. ഏകനായി നിന്റെ യാത്ര തുടരേണ്ട അവസ്ഥ ഉണ്ടായിരിക്കാം. You might be going through a solitary passage. പക്ഷെ ഉത്തരഗിരിയായൊരു സിയോൻ പർവ്വതം, But there is
a sign in the sight of the സഹായം Lord. വരുന്നൊരു പർവ്വതം നിനക്കുണ്ട്. There is a hill of help. നിന്റെ കണ്ണുകൾ ആ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നതായിരിക്കണം. You should gaze your eyes to that hill. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ May tribulations നീ come. ചിന്തിക്കണം, ഞാൻ നിൽക്കുന്നത് ഹാരാനിലാണ്. You think I stand in heaven. എനിക്ക് നോക്കുവാൻ ഉയരമുള്ള പർവ്വതമുണ്ട്. There is a lofty mountain for me to behold. ആരാണ് ഈ പർവ്വതം എന്ന് പറയുന്നത്? Who is this mountain? നമ്മുടെ കർത്താവ് സർവശക്തി ഉള്ളവനായ ദൈവം. The Lord Jesus Christ, the Almighty God. സർവശക്തി ഉള്ള ദൈവം എന്നുള്ളതിന് The omnipotent God means, മൂലഭാഷയിൽ എൽ ഷദായ് എന്നാ in പറഞ്ഞിരിക്കുന്നത്. the Hebrew tongue, it is El Shaddai. എൽ ഷദായ് എന്ന് പറയുമ്പോൾ El Shaddai ഏൽ means, എന്ന് വെച്ചാൽ ദൈവം, El means God. ഷദായ് എന്ന് വെച്ചാൽ പർവ്വതം, Shaddai means mountain. ഏൽ ഷദായ് എന്ന് വെച്ചാൽ El Shaddai, പർവ്വതം പോലെ ഉറപ്പുള്ളവനായ ദൈവം. God who is strong and firm like a എന്റെ ദൈവം mountain. എൽ ഷദായ് ആയ My ദൈവമാണ്. God is El Shaddai. എന്റെ ദൈവം പർവ്വതം പോലെ ഉറപ്പുള്ളവനായ ദൈവമാണ്. My God is as strong as a mountain. എന്റെ ദൈവം ഇളകിപ്പോകുന്നവനായ ദൈവമല്ല. My God is not mobile. പ്രിയ സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, നമ്മുടെ വിശ്വാസ ജീവിതയാത്രയില് in our journey of faith, നീ ഇന്നായിരിക്കുന്ന അവസ്ഥ, the state in which we ഏത് are, പ്രതികൂലത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്? are you going through a number of ഒരു challenges? നിമിഷം നിന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്താമോ? One moment lift your eyes to the നിന്റെ mountains. പ്രശ്നം എന്തോ ആയിക്കൊള്ളട്ടെ. Whatever be a ഒരിക്കൽ problem. ഈ യൗവനക്കാരൻ Once a youngster, താൻ ഗൾഫിൽ നല്ല ജോലി he ഉണ്ടായിരുന്നു. had a fine job in Gulf. ഒരുവിധ സമാധാനമായി സന്തോഷമായിട്ട് ജീവിച്ചു വരുമ്പോൾ He led a peaceful and joyful പെട്ടെന്ന് life. തന്റെ ജോലി തനിക്ക് നഷ്ടപ്പെട്ടു. Abruptly he lost his job. ഓ, താൻ നാട്ടിലേക്ക് കടന്നു He വന്നു. came back to his എല്ലാം homeland, നഷ്ടപ്പെട്ട അവസ്ഥ. losing everything. ജീവിക്കുവാൻ ഒരു വഴിയുമില്ല. No livelihood, എങ്ങനെ മുന്നോട്ട് പോകും? no clue how to go. വ്യാകുലപ്പെട്ടു പോയി. He was perplexed. അവൻ പോയി ദൈവത്തിനടുത്ത് ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു. He knelt in the presence of God and fasted and prayed. ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു. Days rolled by in prayer. അത്ഭുതകരമായ വിധത്തില് Marvelously, ദൈവം നാട്ടിൽ അവനൊരു ജോലി കൊടുത്തു. God gave him a job in the ഓ, homeland അവൻ ജീവിക്കുവാൻ ആവശ്യമാർന്ന വരുമാനത്തോടു കൂടെ. with the livelihood for him to live. അവൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. There was a word he said then. മാനുഷികമായ വഴി ഒരുപക്ഷെ അടഞ്ഞു പോയേക്കാം, Even though the human ways might be പക്ഷെ slammed, എനിക്ക് വേണ്ടി വഴി തുറക്കുന്നവനായൊരു ദൈവമുണ്ട്. there is a way making God. ഇന്ന് രാത്രി ആ ദൈവത്തെ നീ അനുഭവിച്ചറിയാം. Tonight you feel that God. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. With faith you pray. നിന്റെ കാലുകൾ നിൽക്കുന്നത് ഹാരാനിലാകുന്നു. Your feet is upon Haran. ഒരിക്കൽ ക്യാൻസർ ബാധിയായ ഒരു മാതാവ് Once a cancer afflicted mother. മരുന്നുകൾ കൊണ്ട് ശരീരം മുഴുവനും തളർന്നു പോയി. With medicines her whole body was weary. എഴുന്നേറ്റ് നടക്കുവാൻ വയ്യാത്ത അവസ്ഥ. Not able to even walk. തന്റെ കൂടെ രോഗികളായിരുന്ന പലരും മരിച്ചുപോയി. Her sick mates died. താൻ അവസ്ഥയിൽ ദൈവത്തോട് പ്രകാരം In പ്രാർത്ഥിച്ചു. that state the mother prayed. ദൈവമേ, എന്റെ ജീവിതം ദൈവത്തിന്റെ Oh ദാനമാണ്. God, my life is the gift of എന്റെ God. ജീവൻ ദൈവത്തിന്റെ കയ്യിലാണ്. My life is in your ഞാൻ hands. മരിച്ചാലും ജീവിച്ചാലും നിന്നോട് കൂടെ മാത്രം Though ആയിരിക്കും. I die or live, I'm with you. താൻ ആ വചനങ്ങൾ ഏറ്റുപറയുവാൻ തുടങ്ങി. She started to confess those അത്ഭുതമെന്ന് words. പറയട്ടെ, Miraculously. അത്ഭുതകരമായ ഒരു സൗഖ്യം തന്നെ കണ്ടു. Wonderful healing was ആ something. ക്യാൻസറിന്റെ അണുക്കൾ തന്നെ വിട്ടുപോയി. The germs of cancer departed. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Oh dear brothers and നമുക്കൊരു sisters, സഹായം വരുന്നത് പർവ്വതമുണ്ട്. we have a hill of help. ഒരു സ്റ്റുഡന്റിന്റെ ജീവിതത്തിൽ സംഭവിച്ച The അനുഭവം. life of a student, തനിക്കൊരു ഫൈനൽ ഇയർ എക്സാമിനേഷൻ he ഉണ്ടായിരുന്നു. had a final year exam. വളരെ പ്രയാസമുള്ള പരീക്ഷ. There was a tough exam. തന്റെ ബുദ്ധി കൊണ്ട് With his ജയിക്കത്തില്ലെന്നറിയാം. own wisdom he cannot പക്ഷെ clear it. 121 സങ്കീർത്തനത്തെ പഠിച്ചു. But he studied Psalm 121. ഓരോ ദിവസം അത് ആവർത്തിച്ച് ഉരുവിടുവാൻ തുടങ്ങി. Every verse, recurringly he എന്റെ സഹായം confessed. ആകാശഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് കടന്നു വരുന്നു. My help comes from the maker of heaven and ആ earth. വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ പരീക്ഷ എഴുതി. He confessed those words and cleared the exam. റിസൾട്ട് വന്നപ്പോൾ When the result came, അനേകർ പരാജയപ്പെട്ടു പോയി. many failed. പക്ഷെ ഈ പൈതൽ അത്ഭുതകരമായി വിജയിക്കുവാനിടയായി. But wonderfully this child cleared the ഇന്ന് exam. രാത്രി ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ, Tonight, dear people of God who listen to നമ്മൾ us, നിൽക്കുന്നത് ഹാരാനിലാണ്. we stand in heaven. മാനുഷികമായ കരങ്ങൾ തളർന്നു പോകട്ടെ, Let the human hands be weary. സഹായം വരുന്നൊരു പർവ്വതം നമുക്കുണ്ട്. We got a hill of ഇന്ന് help. രാത്രി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. Tonight, let's close our eyes. മുഴങ്കാലുകളെ നമുക്ക് മടക്കാം. On the knees, let's be. ഏത് പ്രതിസന്ധിയോട് നീ കടന്നു വന്നിരിക്കുന്നു, Any challenges you might ഏത് confront, ഭാരത്തോടെ നീ കടന്നു വന്നിരിക്കുന്നു, with what burden are you ഇന്ന് here? രാത്രി നിനക്കൊരു വിടുതലുണ്ട്. Tonight, there is a അവൻ deliverance. നിന്നെ ഏകനായി വിട്ടിട്ടില്ല. He will never leave you നിന്റെ desolate. അഹസ്ത കണ്ണുകളും തുറന്നാട്ടെ. Let your inner eyes ഇന്ന് open. രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാണ്. May tonight be the night of നീ deliverance. നിരാശപ്പെട്ടു പോകരുത്. You don't go back in ഓ, disappointment. എനിക്ക് ആരുമില്ലല്ലോ, No one is there for me. എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ. No one to help me. പ്രിയ മക്കളെ, Oh, dear child of ഞാൻ ഈ God. യോഗത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ When I came to this meeting, ഞാൻ ശാരീരികമായി വളരെ ക്ഷീണിതനായിരുന്നു. physically I was frail. കഴിഞ്ഞ ആഴ്ച എനിക്ക് മാവേലിക്കരയിൽ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. Last week I had a Bible study in Mavelikara. അതിനുശേഷം എനിക്ക് ഒരു വാക്കുച്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എന്റെ വച്ച് അടച്ചു. Later my sound got blocked, not able to pronounce a word. എങ്ങനെ ഈ മീറ്റിംഗ് എടുക്കുമെന്ന് വ്യാകുലപ്പെട്ട് കടന്നു വന്നു. I was troubled not knowing how to preach. പക്ഷേ എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. But my God is a God of യേശു miracles. ജീവിക്കുന്ന ദൈവമാണ്. Jesus is a living ഇന്ന് രാത്രി God.
നിന്റെ കണ്ണുകൾ തുറന്നാട്ടെ. Tonight to open your eyes. ഏത് പ്രശ്നത്തോടെയാണോ നീ വന്നിരിക്കുന്നത്? You might be here with any problem. എന്ത് വിഷയമാണെങ്കിലും, whatever be the matter. നിന്റെ ഭാവിയായിരിക്കാം, maybe your future, നിന്റെ ജോലിയായിരിക്കാം, maybe your job, നിന്റെ എക്സാമിനേഷൻ ആയിരിക്കാം, maybe your exam, നിന്റെ രോഗമായിരിക്കാം, maybe your sickness, നിന്റെ പുണ്യങ്ങളുടെ പിന്മാറ്റമായിരിക്കാം, maybe the backsliding of നിന്നെ your children, അലട്ടുന്ന ഭാരം എന്താണെങ്കിലും ശരി, whatever be the thoughts നീ and torment, നിൽക്കുന്നത് ഹാരാനിലാണ്. you are in Haran. ഒരു ഊറ് നിനക്കുണ്ട്. You've got an oor. നിന്നെ സഹായിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. The angels of God are there to help you. മരുഭൂമിയിൽ ഉറവയെ തുറന്നവനായ ഒരു ദൈവം നിനക്കുണ്ട്. There is a God who opened the fountain of the wilderness. പ്രവർത്തിക്കുന്നവനായ ദൈവം നിനക്കുണ്ട്. There is a miracle working God. വിശ്വാസമുള്ളവർ കണ്ണുകളെ അടച്ചാട്ടെ. With faith close your eyes. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. One moment pray. കർത്താവേ, എന്റെ വഴികളെ തുറക്കണമേ. Oh God, open my way. എന്റെ ഉറവയെ തുറക്കണമേ. Open my fountain. ആ പർവ്വതത്തിലേക്ക് നോക്കുന്ന കർത്താവേ. I gaze to the hill. എനിക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കുന്ന കർത്താവേ. I look at the hill of faith, Lord. ദൂതസേനയെ എനിക്ക് കാണിച്ചു തരണമേ കർത്താവേ. Show me the host of armies. ലോകത്തിൽ ആരും എനിക്ക് ആശ്രയിക്കുവാനില്ല. There is no one in the world to trust. കർത്താവേ, ഞാൻ നിങ്ങളിലേക്ക് നോക്കുന്നു. I look to you, ഇന്ന് Lord. രാത്രി ആ പർവ്വതം നമ്മുടെ അടുത്തുണ്ട്. Oh, tonight that mountain is near us. ലോകത്തിൻ താങ്ങുകൾ നീങ്ങുകില്ല, അതിൽ നീ ഖേദിക്ക വേണ്ടതില്ലും. ലോകത്തിൻ താങ്ങുകൾ നീങ്ങുകില്ല, അതിൽ നീ ഖേദിക്ക